أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد السلام عليكم ورحمة الله وبركاته നൂറുൽ ഖുർആൻ അക്കാദമി സംഘടിപ്പിക്കുന്ന ഇന്നത്തെ തസ്കിയ മജ്ലിസിലേക്ക് എല്ലാ പ്രിയ സഹോദരിമാർക്കും സ്വാഗതം. ഇന്ന് വിശിഷ്ടാതിഥിയായി എത്തിച്ചേർന്നിട്ടുള്ള ഹസ്ന മാമിനെ ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രിയ സഹോദരിമാരെ, മനുഷ്യ ജീവിതത്തിൽ ഏറെ വിലപ്പെട്ടതാണ് സമയം എന്നുള്ളത്. രാവും പകലും മാറിക്കൊണ്ടിരിക്കുമ്പോഴാണ് സമയം കടന്നു പോകുന്നത്. അള്ളാഹു രാവിനെയും പകലിനെയും മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹു ആണ് രാവിനെയും പകലിനെയും മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സമയത്തിന്റെ ഉടമസ്ഥൻ അള്ളാഹു ആണെന്ന് നാം തിരിച്ചറിയുക. ഐഹിക ജീവിതം നശ്വരമാണ്. ഏത് നിമിഷവും അത് അവസാനിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. മാത്രമല്ല, നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുന്നതാണ് സമയം എന്നതിനാൽ ഒരു നിമിഷം പോലും വെറുതെ കളയാൻ സത്യവിശ്വാസികൾക്കാവില്ല. ഇന്ന് നമ്മുടെ പ്രതിപാദ്യ വിഷയം നിശ്ചിത സമയം മാത്രം. ഇൻഷാ അള്ളാഹ് വിഷയാവതരണത്തിലേക്ക് കടക്കാം. അതിനായി ഹസ്ന മാമിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ജസാക്കല്ലാഹ് ഖൈർ ആയിഷ. വളരെ നല്ലൊരു ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. ജസാക്കല്ലാഹ് ഖൈർ, ബറക്കല്ലാഹു ഫീകി. അഊദു ബില്ലാഹി സമീഇൽ അലീം മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നൂറുൽ ഖുർആൻ അക്കാദമിയുടെ തസ്കിയ മജ്ലിസിലെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ സർവ്വലോക പ്രപഞ്ചത്തിന്റെ നാഥനായ നമ്മുടെ സൃഷ്ടാവും പരിപാലകനുമായ നമ്മുടെ ഏറ്റവും അടുത്തുള്ള ഖരീബായ നമ്മളുടെ ഓരോ കാര്യങ്ങളും കണ്ടും അറിഞ്ഞും മനസ്സിലാക്കിയും നമ്മളെ സഹായിക്കുന്നവനും നമ്മളുടെ പ്രാർത്ഥനക്ക് ഉത്തരം നൽകുന്നവനും നമ്മളെ പ്രാർത്ഥിക്കാൻ പ്രേരിപ്പിക്കുന്നവനും നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും തെറ്റുകളും കുറ്റങ്ങളും കാര്യങ്ങളിൽ വരുന്ന കുറവുകൾ അത് പൊരുത്തപ്പെടുന്നവനും പൊറുക്കുന്നവനും നമ്മളുടെ പശ്ചാത്താപം സ്വീകരിക്കുന്നവനും അന്ത്യദിനത്തിന്റെ ഉടമസ്ഥനും ആ വിചാരണ ദിവസത്തിൽ അതിന്റെ വിധികർത്താവും ഏറ്റവും അഹ്സനായിട്ടുള്ള ഒരു ഹാക്കിം, അവനെ അനുസരിച്ച് അവന്റെ വിധി വിലക്കുകൾക്ക് വിധേയനായി ജീവിക്കുന്നവർക്ക് കണക്കില്ലാത്ത പ്രതിഫലം ഒരുക്കി വെച്ച് സ്വർഗം അലങ്കരിച്ചിട്ടുള്ളവനും ഇനി അതിന് വിപരീതമായി അവനെ നിഷേധിച്ച് അവന്റെ ആയത്തുകളെല്ലാം കളവാക്കി
ഒരിക്കലും കണക്കുകൾ ബോധിപ്പിക്കേണ്ടി വരില്ല എന്ന് വിചാരിച്ച് ജീവിക്കുന്നവർക്ക് അവരുടെ കണക്കിന് ചക്കതായ ശിക്ഷ ഒരുക്കി വെക്കുന്നവനുമായ നമ്മളുടെ എല്ലാമായ എത്രത്തോളം അവൻ സമദാണ്, അത്രത്തോളം നമ്മൾ അവനെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട വദൂദായ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള സലാമും റഹ്മത്തും ബർക്കത്തും നിങ്ങൾ എല്ലാവർക്കും മേൽ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊള്ളുന്നു. അല്ലാഹു പഠിപ്പിച്ച് തരാത്തതല്ലാത്തതായ ഒരു ഇൽമും ഒരു അറിവും ഒന്നും നമ്മൾക്കില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അവനല്ലാതെ ഒരു ഇലാഹില്ല, അവനിക്ക് ഒരു കൂട്ടാളിയുമില്ല എന്ന് നമ്മളെല്ലാവരും സാക്ഷ്യം വഹിക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. പ്രിയപ്പെട്ട സഹോദരിമാരെ, റബ്ബിനെ കുറിച്ച് എപ്പോഴും ഓർക്കുന്നവരും അവനെ പേടിച്ച് അവനെ സ്നേഹിച്ച് അവനിൽ പ്രതീക്ഷ അർപ്പിച്ച് ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബിനെ യഥാവിധം മനസ്സിലാക്കുവാനും ഇനി അങ്ങോട്ടുള്ളൊരു ജീവിതം റബ്ബിന് തൃപ്തിയുള്ള വഴിയിൽ ജീവിക്കാനുള്ള ഹിദായത്തും ഹിക്മത്തും ഈമാനും ഖുദ്റത്തും എല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. നമ്മൾക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. ലിമിറ്റഡ് ടൈം ഓൺലി, നിശ്ചിത സമയത്തേക്ക് മാത്രം. ആകർഷകമായ ഇങ്ങനത്തെ പല പോസ്റ്റേഴ്സും നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും കടക്കാറുണ്ട് അല്ലെ. സെയിലിൽ വരുമ്പോൾ, ഡിസ്കൗണ്ടുകൾ വരുമ്പോൾ, അഡ്മിഷൻസ്, ഇതെല്ലാം ലിമിറ്റഡ് ടൈം ഓൺലി, കുറച്ച് സമയത്തേക്ക് മാത്രം. അപ്പൊ ഇങ്ങനെ ഒരു പോസ്റ്റർ ഉണ്ടാക്കാനുള്ള ഒരു പ്രചോദനവും റബ്ബ് സുബ്ഹാനഹു വ തആല തന്നെയാണ്. എൻ്റെ ഒരു ക്ലാസ് വളരെ കുറച്ച് സമയത്തേക്ക് മാത്രമേ ഉള്ളൂ എന്ന് മാത്രമാണ് പറയാൻ ഉദ്ദേശിച്ചത്. അതായത് റബ്ബിന്റെ സുന്നത്താണ് ഖുർആനിലെ ഉടനീളം നമ്മൾ കാണുന്നതാണ് അല്ലെ. നമ്മളുടെ മനസ്സ്, ഈ മനുഷ്യന്മാരുടെ മനസ്സ് എന്ന് പറയാൻ നേരത്ത് എത്ര തന്നെ അറിവുണ്ടെങ്കിലും നമ്മള് മറക്കുന്നവരാണ്. അപ്പൊ ഈ മറന്നു പോകുന്ന മനസ്സുള്ള മനുഷ്യന്മാരെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു തദ്കിറ അല്ലെങ്കിൽ ഒരു ദിക്റാണ് ഈ റബ്ബിന്റെ കലാമായ ഖുർആൻ. ഈ ഖുർആനിൽ പോലും റബ്ബ് സുബ്ഹാനഹു വ തആല പല സന്ദർഭങ്ങളിലും നമ്മളുടെ ശ്രദ്ധ തിരിക്കുവാനും റബ്ബ് പറയാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് കുറച്ചുകൂടി ഗൗരവമായി ഗൗനിക്കാനും വേണ്ടി റബ്ബ് ഉപയോഗിക്കുന്ന പല ടൂൾസ് ഉണ്ട്. അത് ക്വസ്റ്റ്യൻസ്, അത് ചോദ്യം കൊണ്ടാകാം, ചിലപ്പോൾ സത്യപ്പെടുത്തിക്കൊണ്ടാകാം. ഈ സത്യപ്പെടുത്തുന്ന ഇപ്പൊ വൽ ഫജ്ർ അല്ലെങ്കിൽ വൽ അസ്ർ അല്ലെങ്കിൽ വശംസി വസ്സമാഇ, ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ വരുമ്പോൾ വളരെ സിമ്പിളായിട്ട് നമ്മളോട് തന്നെ ചോദിക്കാവുന്ന കാര്യമാണ്, എന്തിനാണ് റബ്ബ് സത്യം ചെയ്യുന്നത് അല്ലെ. റബ്ബാണ് ഹക്ക്, അവനാണ് ഹക്ക്, അവൻ സത്യമാണ്, അവൻ പറയുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം സത്യമാണ്. അപ്പൊ ഈ സത്യത്തിന്റെ മാനിഫെസ്റ്റേഷൻ ആയ റബ്ബ് എന്തിനാണ് ഒരു ആകാശം കൊണ്ടോ ഒരു ഭൂമിയെ കൊണ്ടോ ഒക്കെ ഈ സത്യപ്പെടുത്തുന്നത് അല്ലെ. അവൻ എന്ത് പറയുന്നതും സത്യമാണ്. ഇത് മനുഷ്യന്റെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയാണ്.
ഈ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഈ ഒരു ടൂളായ ഈ ഒരു ഖസ്ം, ഈ ഖസ്മില് നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾക്ക് കാണാം വല്ലൈലി വന്നഹാരി വദ്ദുഹ വൽഫജ്രി വൽഅസ്രി. ഇപ്പോ നമ്മള് പറഞ്ഞ ഈ കുറച്ച് കാര്യങ്ങളെല്ലാം, ഇപ്പൊ ലൈലാകട്ടെ, നഹാറാകട്ടെ, ദുഹ ആവട്ടെ, അസ്റാവട്ടെ, ഇതെല്ലാം ചില കാര്യങ്ങൾക്ക് സാക്ഷികളാകും. സമാഗാകട്ടെ, ഷംസാകട്ടെ, വന്നജുമാകട്ടെ, വത്തീൻ വസ്സൈത്തൂൻ. സുബ്ഹാനല്ലാഹ്, റബ്ബ് ചില കാര്യങ്ങളെ കൊണ്ട് സാക്ഷ്യം വഹിക്കുന്നത് എന്തിനാണെന്ന് പോലും നമ്മൾക്കറിയില്ല. അത്രയും കുറവാണ് നമ്മളുടെ ഇൽമ, നമ്മളുടെ നോളജ്. നമ്മളുടെ ഇന്നത്തെ വിഷയം സമയമാണ്, കാലമാണ്. നമ്മളെ വളരെ പേടിപ്പെടുത്തുന്ന ഒരു അധ്യായമാണ് വൽ അസ്ർ. കാലമാണ് സാക്ഷി. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. തീർച്ചയായും മനുഷ്യൻ നഷ്ടത്തിലാണ് എന്ന് കാലം സാക്ഷി പറയുന്നത്. എന്താണ് സമയം? എന്താണ് ഈ ദിനരാത്രങ്ങൾ? രാവും പകലും നമ്മളുടെ മുന്നിലൂടെ കടന്നു പോയിക്കൊണ്ടേയിരിക്കുന്നു. നമ്മൾക്ക് ആദ്യം ഒരു സ്റ്റോറി കേൾക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമായുള്ള ഒരു സ്റ്റോറി തന്നെയാണ്, ഒരു പഴയത്. ഒരു ഒരു പയസ് മാൻ, ഒരു റൈച്ചിയസ് മാൻ, ഒരു നല്ല മനുഷ്യൻ, അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു. അതായത് ഒരു പ്രദേശം, അദ്ദേഹത്തെ ഒരു സിംഹമോ കടുവയോ എന്തോ ഫോളോ ചെയ്യുകയാണ്, ഓടിച്ചിടുകയാണ്. അദ്ദേഹം ഓടി രക്ഷപ്പെടാൻ നോക്കുന്നുണ്ട്, പക്ഷെ രക്ഷപ്പെടാൻ കഴിയുന്നില്ല. അങ്ങനെ നേരെ മുൻപില് ഒരു കിണർ കണ്ടു. അദ്ദേഹം ഒന്നും നോക്കിയില്ല, കിണറിലേക്ക് എടുത്ത് ചാടിയപ്പോൾ ഒരു കയറിലെ അദ്ദേഹത്തിന് പിടികിട്ടി. അദ്ദേഹം ആ കിണറില് സർവശക്തിയോടുകൂടി പിടിച്ചു തൂങ്ങിക്കിടക്കുകയാണ്. അപ്പൊ കടുവ വന്ന ആ കിണറ്റിലേക്ക് എത്തി നോക്കി. ഇദ്ദേഹം ഈ കയറിൽ പിടിച്ചു കിടക്കാന്ന് കണ്ടപ്പോ ആ കടുവ പോയി. അങ്ങനെ രക്ഷപ്പെട്ടല്ലോ എന്ന് വിചാരിച്ച് അദ്ദേഹം ആ കിണറ്റിന്റെ താഴേക്ക് നോക്കുമ്പോൾ അതിൽ വലിയൊരു മലമ്പാമ്പാണ്. അതിങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഇയാള് ഈ കയറ് വിട്ട് ഈ ഒരു കിണറ്റിലേക്ക് വീഴാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു മലമ്പാമ്പ്. ഒരു രക്ഷയില്ല. താഴെ മലമ്പാമ്പ്, മുകളില് കടുവ. എങ്ങനെയെങ്കിലും ഈ കയറില് പറ്റാവുന്ന ടൈം തൂങ്ങിക്കിടക്കുക, ഇതേ അയാൾക്ക് ചെയ്യാൻ നിവൃത്തിയുള്ളൂ. അങ്ങനെ നോക്കുമ്പോഴതാ രണ്ട് എലികള്, ഒരു കറുത്ത എലിയും ഒരു വെളുത്ത എലിയും, ഈ കയറിന്റെ ഒരറ്റങ്ങനെ കടിച്ചുകൊണ്ടിരിക്കുക. അദ്ദേഹം എന്ത് ചെയ്തു? എലികൾ എങ്ങനെയെങ്കിലും മാറ്റാൻ വേണ്ടി ഈ കയറ് പിടിച്ച് ശക്തമായി കുലുക്കി. പക്ഷെ എന്താ സംഭവിച്ചത്? ആ എലികളൊന്നും മാറിയില്ല. ബട്ട് ഈ കയറിങ്ങനെ ഓസിലേറ്റ് ചെയ്യാൻ തുടങ്ങി, ഇതിങ്ങനെ ആടാൻ തുടങ്ങി. അങ്ങനെ ഈ ആടിക്കൊണ്ടിരുന്നപ്പോൾ ഇയാള് ഈ ഒരു കിണറ്റിന്റെ സൈഡിൽ ചെന്ന് മുട്ടി. അങ്ങനെ ഒരു പ്രാവശ്യം ഇദ്ദേഹത്തിന്റെ മുഖമാണ് മുട്ടിയപ്പോ ഇദ്ദേഹത്തിന് ആ ഒരു കിണറ്റിന്റെ അറ്റം രുചിക്കാൻ പറ്റി. അത് വളരെ സ്വീറ്റ് ആയിട്ടുള്ള, വളരെ മധുരമേറിയ തേനായിരുന്നു. അങ്ങനെ ഇദ്ദേഹം വീണ്ടും വീണ്ടും ആ തേൻ നുകരാനുള്ള ശ്രമത്തിലായി. ഈ കയറ് തിന്നുന്ന എലികളെയും താഴെ കാത്തിരിക്കുന്ന മലമ്പാമ്പിനെയും പുറത്തുള്ള കടുവയും ഒക്കെ മറന്ന് ഇദ്ദേഹത്തിന്റെ ശ്രദ്ധ ആ കിണറ്റിലെ സൈഡിലുള്ള ചാരയുള്ള മധു നുകരാനായി. അങ്ങനെ സ്വപ്നം അവിടെ അവസാനിച്ചു. ഇദ്ദേഹത്തിന്റെ ഷെയ്ഖിന്റെ അടുത്ത് പോയി ചോദിച്ചു, ഷെയ്ഖ്, ഞാൻ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടു, എനിക്കതിന്റെ അർത്ഥം മനസ്സിലായില്ല.
അതിന്റെ ഒരു എൻഡ് കാണുന്നതിന് മുൻപ് തന്നെ ഞാൻ സ്വപ്നത്തിൽ നിന്ന് എണീറ്റു, ഞാൻ ഉറക്കത്തിൽ നിന്ന് എണീറ്റു ഷെയ്ഖ്. അപ്പൊ ഷെയ്ഖ് പറഞ്ഞു, അത് നീ എൻ്റെ ഒരു എന്താ പറയാ ഇന്റർപ്രിട്ടേഷൻ, എൻ്റെ ഒരു മനസ്സിലാക്കൽ കൊണ്ട് ആണെങ്കിൽ വളരെ സിമ്പിൾ ആണ് നിന്റെ സ്വപ്നം. നിന്റെ പുറകെ വന്ന ആ ഒരു കടുവ അല്ലെങ്കിൽ ആ സിംഹമുണ്ടല്ലോ, അത് മരണത്തിന്റെ മലക്കാണ്. അത് എന്തായാലും നിന്റെ പിടികൂടുക തന്നെ ചെയ്യും. പക്ഷേ ആ കിണറോ, എന്നെ രക്ഷപ്പെടുത്തിയ കിണറോ, ആ കിണർ നിന്റെ ഖബറാണ്. ഷെയ്ഖ്, അപ്പൊ എന്നെ രക്ഷപ്പെടുത്തിയ ആ ഒരു കയറും, അതാണ് നീ, അതാണ് സമയം, അതാണ് നിന്റെ ആയുസ്, അതാണ് നിന്റെ ജീവിതം. അപ്പോ എലികളോ, ആ വെളുത്തെലിയും കറുത്തെലിയും ദിനവും രാത്രിയുമാണ്. അവര് തിന്നുന്നിടത്തോളം നിന്റെ ആയുസ് അല്ലെങ്കിൽ നിന്റെ സമയം കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ മലമ്പാമ്പോ ഷെയ്ഖ്, അത് നിന്റെ കർമ്മത്തിന്റെ ഫലമാണ്. അത് നിന്നെ വെട്ടിവിഴുങ്ങാൻ തക്കം പാർത്തുകൊണ്ടിരിക്കുന്ന നിന്റെ കർമ്മത്തിന്റെ ഫലമാണ്. നീ നല്ലത് ചെയ്താൽ നിനക്ക് രക്ഷപ്പെടാം, അല്ലെങ്കിൽ നിന്നെ അത് കുത്തിത്തുന്നു. അപ്പൊ ഷെയ്ഖ്, ഇതെല്ലാം എന്നെ കൊണ്ട് മറപ്പിച്ച ആ മധു എന്തായിരുന്നു? അതാണ് ഈ ദുനിയാവിലെ പ്രലോഭനങ്ങൾ. സുബ്ഹാനല്ലാഹ്, എന്ത് സിമ്പിൾ ആയിട്ടാണ് ഈ കഥ നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മളുടെ ഈ ഒരു ദുനിയാവ് എന്താണെന്ന്, നമ്മളുടെ ആയുസ് അല്ലെങ്കിൽ നമ്മൾക്ക് നൽകിയിട്ടുള്ള ഈ ഒരു സമയം എന്താണെന്ന് നമ്മൾക്ക് ഇപ്പോൾ തന്നെ അറിയാലേ. ഈ സമയം എന്തൊരു ഫാസ്റ്റാണ്. ഒരു യൂട്യൂബിലെ ഒരു ഷോർട്സോ അല്ലെങ്കിൽ റീൽസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്റ്റോറിയോ ഒക്കെ കാണാനിരുന്നാല് 1 മണിക്കൂർ 1.5 മണിക്കൂർ എന്ത് സിമ്പിൾ ആയിട്ട് പോകും. നമ്മൾക്ക് ചില ആൾക്കാർക്ക് ബോറടിയാണ്, അവർക്ക് കുറെ സമയമുണ്ട്, ചെയ്യാനൊന്നുമില്ല. ചില ആൾക്കാരാണോ അമാനുഷികമായിട്ടുള്ള കഴിവായിരിക്കും അവര് ജോലിക്ക് പോകുന്നു, അവർ വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നു, അവര് എക്സസൈസ് ചെയ്യുന്നു, അവർ ജിമ്മിൽ പോകുന്നു, അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഫുട്ബോൾ കളിക്കാൻ പോകുന്നു, അവർ അതിൻ്റെ ഇടയിൽ എന്താ പറയാ സർവീസസ് പ്രവർത്തനങ്ങൾ ചെയ്യുന്നു, അവരതിൻ്റെ ഇടയിൽ ഖുർആൻ പഠിക്കുന്നു, അതിൻ്റെ ഇടയിൽ നമസ്കരിക്കാൻ ജമാഅത്തായിട്ട് നമസ്കരിക്കുന്നു, അവരവരുടെ മക്കളായിട്ടും കുടുംബത്തിനായിട്ടും മാതാപിതാക്കളായിട്ടും ഒക്കെ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുന്നു, അവരതിൻ്റെ ഇടയ്ക്ക് ടൂർ പോകുന്നു, അവരവരുടെ റിലേറ്റീവ്സിനെ കാണുന്നു, അവരുടെ ബന്ധങ്ങൾ പുതുക്കുന്നു. സുബ്ഹാനല്ലാഹ്, നമ്മൾ ആലോചിക്കും ഇവർക്ക് അവിടെ നിന്ന് ഇതിന് മാത്രം ടൈം. നമ്മളൊരു കാര്യത്തിന് വേണ്ടി എണീറ്റാൽ തന്നെ അത് അങ്ങ് തീർന്നു പോകുന്നു സമയം. സുബ്ഹാനല്ലാഹ്. പക്ഷേ നമ്മൾക്ക് എല്ലാവർക്കും നൽകിയിട്ടുള്ള സമയം അത് ഡിഫറെന്റ് ആണ്. നമ്മൾക്ക് എല്ലാവർക്കും ഒരു ലിമിറ്റഡ് ടൈമേ ഉള്ളൂ. നമ്മൾക്ക് എന്നേക്കുമായി ജീവിക്കാനോ ഒന്നും പറ്റില്ല. റബ്ബ് സുബ്ഹാനഹു വതആല സമയത്തിനെ പറ്റി ഖുർആനിൽ പറയുകയാണ്, ഹുവല്ലദീ ഖലഖകും മിൻ തുറാബിൻ ثم من نطفة ثم من علقة ثم يخرجكم طفلا ثم لتبلغوا أشدكم ثم لتكونوا شيوخا ومنكم من يتوفى من قبل ولتبلغوا أجلا مسمى ولعلكم تعقلون. അവനാണ് നിങ്ങളെ സൃഷ്ടിക്കുന്നത് മണ്ണിൽ നിന്ന്, പിന്നെ നുത്ഫയിൽ നിന്ന്, പിന്നെ അലക്കയിൽ നിന്ന്, പിന്നെ നിങ്ങളെ പുറത്തെടുക്കും കുഷ്ലായിട്ട്, കുട്ടിയായിട്ട്, പിന്നെ നിങ്ങളെ വളർത്തും, നിങ്ങൾ ശക്തി പ്രാപിക്കുന്നത് വരെ നിങ്ങളെ വളർത്തും. അതിനുശേഷം നിങ്ങൾ വാർദ്ധക്യത്തിലേക്ക് പോകും. നിങ്ങളിൽ ചിലർ അതിനു മുൻപ് തന്നെ മരിക്കും. ഈ വാർദ്ധക്യത്തിൽ പോകുന്നതിന് മുൻപ് തന്നെ നിങ്ങളിൽ ചിലർ മരണപ്പെടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് വാർദ്ധക്യം പ്രാപിക്കും. ഇതെല്ലാം ആ ഒരു അജല് മുസമ്മൻ, നിങ്ങൾക്ക് നിർണിതമാക്കപ്പെട്ട ആ ഒരു സമയം വരെ.
വലഅല്ലക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. സുബ്ഹാനല്ലാഹ്. ما خلقنا السماوات والأرض وما بينهما إلا بالحق وأجل مسمى والذين كفروا عما أنذروا معرضون. ഈ ആകാശഭൂമികളെയും അതിൻ്റെ ഇടയിലുള്ളതിനൊക്കെയും ബാത്തിലായിട്ടല്ല, ഹക്കായിട്ടാണ് നാം സൃഷ്ടിച്ചിട്ടുള്ളത്. ഇതെല്ലാം ഒരു നിർണിത സമയം വരെ മാത്രം. ഈ നിഷേധിക്കുന്നവരാവട്ടെ, എന്തിനെ കൊണ്ടാണോ അവരെ താക്കീത് ചെയ്യപ്പെടുന്നത് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി മുഖം തിരിക്കുന്നവരാണ് അവർ. ഈ റബ്ബിന്റെ ഈ നിർണിതമായ ഒരു ടൈം വന്നു കഴിഞ്ഞാല് പിന്നെ അതില് ഒരു ബാർഗെയിനിങ്ങോ ഒരു കോംപ്രമൈസോ ഒന്നുമില്ല. ഇന്ന അജലല്ലാഹി ഇദാ ജാഅ ലാ യുഅഖർ ലൗ കുൻതും തഅലമൂൻ. നിങ്ങൾ അറിയുന്നില്ലേ, ഒരിക്കലും നമ്മളുടെ സമയം എത്തിക്കഴിഞ്ഞാല് നമ്മൾക്ക് അതിൽ നിന്ന് അതിനെ ഡിലീറ്റ് ചെയ്യാൻ പറ്റുകയില്ല. വലൗ യുആഖിദുല്ലാഹു الناس بما كسبوا ما ترك على ظهرها من دابة ولكن يؤخركم إلى أجل مسمى فإذا جاء أجلهم فإن الله كان بعباده بصيرا. سبحان الله. റബ്ബ് സുബ്ഹാനഹു വ തആല എങ്ങാനും ഈ ജനത്തെ അവർ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ഫലമായി അപ്പോൾ തന്നെ പിടിക്കുമായിരുന്നെങ്കിൽ ഈ ഭൂമിയുടെ ഉപരിതലത്തില് ഒന്നും ബാക്കി ഉണ്ടാവില്ല, ഒരു ദാബ പോലും. പക്ഷെ റബ്ബ് എന്താ ചെയ്യുന്നത്? വലാകിൻ യുഅഖിറുഹും ഇലാ അജലി മുസമ്മ. പക്ഷേ എല്ലാവരെയും റബ്ബ് അവരുടെ സമയം എത്തുന്നത് വരെ അവർക്ക് ഡിലേ ചെയ്ത് കൊടുക്കും. അവർക്ക് നന്നാവണമെങ്കിൽ നന്നായിക്കും. നമുക്ക് എല്ലാവർക്കും നമ്മളുടേതായ ടൈമുണ്ട്. ഫഇദാ ജാഅ അജ്ലുഹും, റബ്ബെങ്ങാനും ഇനി ആ ടൈം എങ്ങാനും എത്തിക്കഴിഞ്ഞാല് ഫഇന്നല്ലാഹ കാന ബിഇബാദിഹി ബസീറ, പിന്നെ റബ്ബ് അവന്റെ ഇബാദുകളുടെ കാര്യത്തില് ബസീറാണ്, എല്ലാം കാണുന്നവനും എല്ലാം നോക്കി കാണുന്നവനും. അന്നേ ദിവസം നമ്മൾ എല്ലാത്തിനും കണക്ക് ബോധിപ്പിക്കേണ്ടത്. സുബ്ഹാനല്ലാഹ്. എന്താണ് ഈ ഒരു സമയം, അല്ലെ? എന്താണ് സമയം? നമ്മൾ ഇമാജിൻ ചെയ്തിട്ടുണ്ടോ ഈ സമയം നമ്മളുടെയൊക്കെ അണ്ടർസ്റ്റാൻഡിങ്ങിന് പുറമേ ഉള്ളൊരു വസ്തുവാണ് ഈ ഒരു സമയം. ഈ സമയം സാക്ഷ്യപ്പെടുത്തുക എന്ന് പറയുന്ന നേരത്ത് നമ്മൾ പേടിക്കേണ്ട ഒരു വസ്തുവാണ്. ഇന്ന് മുതൽ ഒരു 100 അല്ലെങ്കിൽ ഒരു 120 വർഷത്തിന് ശേഷം, അല്ലെങ്കിൽ ഒരു 100-120 വർഷങ്ങൾ കഴിഞ്ഞാല് ഇന്ന് ഈ ഭൂമിയിലുള്ള എല്ലാ ആൾക്കാരും, അതായത് ഇപ്പോ നമ്മൾ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു നിമിഷത്തില് ജനിക്കുന്ന ഒരു കുട്ടി, അതുപോലും ഒരു 100-120 മാക്സിമം അതിനുശേഷം മരിക്കും. അതായത് ഇന്നത്തെ പോപ്പുലേഷൻ നിങ്ങൾ വേഗം ഒന്ന് ഗൂഗിളിൽ ഒന്ന് അടിച്ചു നോക്കിക്കേ. ബിസ്മില്ലാ, ചാറ്റ് ബോക്സ്. എന്താണ് ഭൂമിയിലെ കറന്റ് പോപ്പുലേഷൻ? ഈ ഭൂമിയിലെ ഇപ്പോഴത്തെ ഒരു ജനസംഖ്യ എത്രയാണ്? വേഗം ഒന്ന് ചാറ്റ് ബോക്സിൽ അടിച്ചു നോക്കി. വേഗം വേഗം, യല്ല സമയമില്ല, കളയാൻ നമ്മൾക്ക് സമയമില്ല സഹോദരിമാർ. മെസ്സേജ് അയക്കൂ. യെസ്, 7.95 ബില്യൺ. 7.95 ബില്യൺ എന്ന് പറയുന്ന നേരത്ത് ഓൾമോസ്റ്റ് 80 കോടിയാണ് ഈ ഒരു സമയത്ത് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. ഈ 80 കോടി ജനങ്ങൾ 100-120 വർഷത്തിനുള്ളിൽ എന്തായാലും മരണപ്പെടും. പ്ലസ് ഇനി നാളെയോ മറ്റന്നാളോ ഒക്കെ ജനിക്കാൻ പോകുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഇനി ഒരു 10 വർഷത്തിന് ശേഷം. ഇതെല്ലാത്തിനും ഈ സൂര്യനും ഈ ചന്ദ്രനും ഈ നക്ഷത്രങ്ങളും ഈ സമയവും ഒക്കെ സാക്ഷിയാണ്. സുബ്ഹാനല്ലാഹ്. സമയത്തെ പറ്റി നമ്മൾ എന്താ പറയാറ് നോർമലി?
സമയം, ടൈമിനെ പറ്റി എന്താ നമ്മൾ പറഞ്ഞു കേൾക്കാറ്? ടൈം ഇസ് പ്രഷ്യസ്, ടൈം ഫ്ലൈസ്, ടൈം ഇസ് മണി, അല്ലേ? സമയം പ്രഷ്യസ് ആണ്. ടൈം ഫ്ലൈസ് ഒക്കെ പണ്ടായിരുന്നു. സമയം പറക്കുന്നു. സമയം ഇപ്പൊ പറക്കുകയല്ല. സമയം ഇപ്പൊ മിസൈല് പോലെയാണ്. സമയം ഇപ്പൊ റോക്കറ്റ് പോലെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെ? ചുമ്മാ ഒരു കാക്കയുടെയോ പറവയുടെയോ ഒക്കെ പറക്കലല്ല. സുബ്ഹാനല്ലാഹ്, ഒരു ജെറ്റ് പോലെയാണ്, റോക്കറ്റ് പോലെയാണ്, മിസൈല് പോലെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോ ആലോചിച്ചാല് ഇപ്പൊ ഒരു 40 വയസ്സ് ആകാറായി എനിക്ക്. സുബ്ഹാനല്ലാഹ്, നമ്മള് ആലോചിക്കും എന്ത് ചെറുതായിരുന്നു. കോളേജിൽ പോയതൊക്കെ ഇന്നലെ പോലെ. എന്താ പറയാ, സ്കൂളിൽ പോയതോ അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞതോ അല്ലെങ്കിൽ ആദ്യത്തെ കുട്ടിയുടെ, അതൊക്കെ എത്ര പെട്ടെന്ന് വളരെ കരീബായിട്ട് നടക്കുന്ന ഒരു സംഭവം പോലെയുണ്ട്. നമ്മളുടെ മനസ്സ് അതേപോലെ തന്നെയുണ്ട്. നമ്മളുടെ മനസ്സ്, ആത്മാവ്, റൂഹിനെ ഒരിക്കലും വാർദ്ധക്യം പ്രാപിക്കില്ല. പക്ഷെ നമ്മൾ അങ്ങനെയല്ല. പക്ഷെ നമ്മളുടെ ബോഡി, ഇപ്പൊ നമ്മൾക്ക് പഴയതുപോലെ സ്പീഡിൽ ഓടാൻ പറ്റുന്നില്ല. ഓടാൻ സമയമെടുക്കുന്നു. ഒരു പനി വന്നാൽ പെട്ടെന്ന് മാറില്ല. ബിക്കോസ് സമയമെടുക്കുന്നു ബോഡി റിക്കവർ ചെയ്യാൻ. നമ്മൾ സ്ത്രീകൾക്കറിയാം, നമ്മളുടെ ആദ്യത്തെ പ്രസവം പോലെയല്ല ഒരു രണ്ടാമത്തെയോ മൂന്നാമത്തെയോ അല്ലെങ്കിൽ ഒരു നാലാമത്തെയോ പ്രസവം. പണ്ടൊക്കെ എക്സാമിന് വേണ്ടി തലേ ദിവസം ഒന്ന് പഠിച്ച് രാത്രി മൊത്തം ഉറക്കൊഴിഞ്ഞ് പഠിച്ചാല് നെക്സ്റ്റ് ഡേ ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം. ഒരു കുഴപ്പമില്ല, നമ്മൾ ആക്റ്റീവാണ്. പക്ഷേ ഇന്നൊരു ദിവസം നമ്മളൊരു ഉറക്കം നഷ്ടപ്പെടുത്തിയാല് ആ ഒരു ഉറക്കം ഓവർകം ചെയ്യാൻ ചിലപ്പോൾ നമ്മൾക്ക് 2-3 ദിവസം എടുക്കുന്നു. ശരീരം ക്ഷീണിക്കുന്നു. ഒന്നും വേണ്ട സഹോദരിമാരെ, ഇപ്പൊ പഴയ പോലെയല്ല. ഒന്ന് ഇരുന്നെണീക്കാൻ പോലും നമ്മൾക്കിപ്പോ സമയം വേണം. സുബ്ഹാനല്ലാഹ്, നമ്മളുടെ ശരീരം ഈ സമയത്തിന് കീഴടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഒരു മുസ്ലിമിനെ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സമയം, അവന്റെ ജീവിതം, ഇതെല്ലാം റബ്ബ് അവനിക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹമാണ്, നിഅമത്താണ്. ഈ ഒരു നിഅമത്തിനെ കുറിച്ച് നാളെ റബ്ബിന്റെ മുൻപിൽ ബോധ്യപ്പെടുത്തേണ്ടി വരും എന്നുള്ളൊരു ചിന്തയോടുകൂടി ഓരോ നിമിഷവും ഏറ്റവും കൂടുതൽ നന്മക്ക് വേണ്ടി പ്രവർത്തിച്ച സഹാബാക്കളുടെയും പണ്ഡിതന്മാരുടെയൊക്കെ ചരിത്രം നമ്മൾക്കറിയാം. നമ്മളുടെയൊക്കെ എന്താ പറയാ, പൂർവികരായ പണ്ഡിതന്മാരൊക്കെ അവരവരുടെ ജീവിതത്തിലെ എല്ലാ സുഖങ്ങളും, എല്ലാ എന്താ പറയാ, എല്ലാ സോർട്സ് ഓഫ് എന്റർടൈൻമെന്റ്സും, ജീവിതത്തിലെ സുഖവും ദാമ്പത്യവും ഭക്ഷണം, ഇതെല്ലാം അവര് മാറ്റിവെച്ചിട്ടുണ്ട് അവര് ഇൽമ് സമ്പാദിക്കാൻ വേണ്ടി. ഇപ്പോ ഇമാം ഫഖ്റുദ്ദീൻ റാസി ഒക്കെ ആണെങ്കിൽ, അതായത് തഫ്സീർ കബീർ എഴുതിയ ഇമാം റാസി ഒക്കെ ആസ്ട്രോണമി, മാത്തമാറ്റീഷ്യൻ ആയിരുന്നു. ആസ്ട്രോണമിയിൽ വിദഗ്ധനായിരുന്നു അക്കാലത്തെ. അദ്ദേഹം 40 വയസ്സ് വരെ ജീവിച്ചിട്ടുണ്ട്. 40 വയസ്സിനുള്ളിലാണ് ആ ഒരു തഫ്സീർ കബീർ അത് വളരെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്പെട്ടുള്ള ഒരു തഫ്സീറായിട്ട് നമുക്ക് കാണാൻ പറ്റും. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഒരു 40 വർഷത്തിനുള്ളിൽ അദ്ദേഹം ചെയ്തിട്ടുള്ളത് ഇന്ന് നമ്മൾ എത്രയോ നൂറ്റാണ്ടുകൾക്ക് ശേഷമോ ഓർത്തു വെക്കുന്നുണ്ട്. നമ്മളൊക്കെ ഒരു 100-120 വർഷങ്ങൾക്ക് ശേഷം എന്തായിരിക്കും നമ്മളുടെ അവസ്ഥ? നമ്മൾ എവിടെ ഉണ്ടാവില്ല. സുബ്ഹാനല്ലാഹ്, ഈ ഒരു സമയം, ഇത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലുതാണ് എന്ന് നമ്മൾക്കെല്ലാം അറിയാം. പക്ഷെ അതിനുവേണ്ടി നമ്മൾ എത്രത്തോളം അതിനുവേണ്ടി കഷ്ടപ്പെടുന്നുണ്ട്, നമ്മൾ ബുദ്ധിപൂർവം നമ്മളുടെ ജീവിതത്തെ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. റബ്ബ് സുബ്ഹാനഹു വ തആല
നമ്മളെ ഈ ഒരു മനുഷ്യനെ അന്ത്യദിനത്തിലെ ചോദ്യം ചെയ്യുമ്പോൾ 4 കാര്യങ്ങള് വിചാരണ ചെയ്യപ്പെടാതെ ഒരു അടി പോലും വെക്കില്ല എന്ന് പറഞ്ഞതില് 2 അത് സമയത്തെ ബേസ് ചെയ്തിട്ടാണ്. അതൊന്ന് ആയുസ്സാണ്, ഒന്ന് യൗവനമാണ്, യുവത്വമാണ്. ഈ യുവത്വം എന്ന് പറയുന്നിടത്ത് ഒരു ബലഹീനമായ ഒരു ബാല്യത്തിന്റെയും ഒരു ബോധമില്ലാത്ത ഒരു വാർദ്ധക്യത്തിന്റെയും ഇടയിലുള്ള ഊർജസ്വലമായ ഒരു ജീവിതം, ഒരു ലിമിറ്റഡ് ടൈം, ഒരു നിശ്ചിത കാലമാണ് ഈ ഒരു യുവത്വം. സുബ്ഹാനല്ലാഹ്. അതാണ് നമ്മള് ഏറ്റവും കൂടുതൽ, അല്ലെ, 5 മുമ്പുള്ള 5 അതിനെ നിങ്ങൾ സൂക്ഷിക്കുക എന്നാണ് ഹദീസിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം നമ്മളുടെ പല പല അവസ്ഥകളാണ്, അല്ലെ. രോഗത്തിന് മുൻപുള്ള ഹെൽത്ത്. ഈ ആരോഗ്യത്തെ പറ്റി പറയുകയാണെങ്കിൽ ആരോഗ്യം നമ്മളുടെ തലയിൽ ചൂടി നടക്കുന്ന ഒരു കിരീടമാണെന്നാണ് പറയുന്നത്. അത് ഒരു രോഗിക്ക് മാത്രം കാണാൻ പറ്റുന്ന ഒരു കിരീടമാണ്. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അത് നമ്മൾക്ക് ഇതെല്ലാം മനസ്സിലാക്കി തരാൻ വേണ്ടി ഇത്തരം വ്യാഖ്യാനങ്ങളൊക്കെ നമ്മൾക്ക് മുൻപിൽ അവതരിപ്പിച്ചു തന്നിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. അതേപോലെ തന്നെ ദാരിദ്ര്യത്തിന് മുൻപുള്ള നമ്മളുടെ ഒരു സമ്പത്ത് കാലം, അതേപോലെ തന്നെ മരണത്തിന് മുൻപുള്ള നമ്മളുടെ ജീവിതം, നമ്മളുടെ ഒഴിവുകാലം. നമ്മൾ ഒരു 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 വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും കൂടുതൽ പേടിപ്പെടേണ്ടത് എന്താണ്? അവന്റെ ഒഴിവുകാലമാണ്, അല്ലെ, ഒഴിവ് സമയം, അവന്റെ യുവത്വം. ഇത് രണ്ടും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. സുബ്ഹാനല്ലാഹ്. നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ നമ്മൾ പറയും, ചിലർക്ക്, നമ്മളിപ്പോ കുട്ടികൾ അല്ലെങ്കിൽ നമ്മൾ തന്നെ, നമ്മള് മോട്ടിവേഷൻ, അല്ലെ, നമുക്ക് മോട്ടിവേഷൻ ടോക്സ് ഭയങ്കര ഇഷ്ടമാണ്. ഒരു 2 മോട്ടിവേഷൻ ടോക്സ് ഒക്കെ കേട്ടാൽ, അല്ലെങ്കിൽ ഒരു 2 സ്പീച്ച് കേട്ടാൽ നമുക്ക് ഭയങ്കര എനർജിയാണ്. എന്നിട്ട് നമ്മൾ വേഗം തന്നെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യും, കുറെ പഠിക്കും, കുറെ ഖുർആനോടും, കുറെ നമസ്കരിക്കും, നമ്മൾ സെറ്റാകും. കുറച്ചാളെ അതങ്ങ് പോകും, വീണ്ടും നമ്മൾ കുറച്ച് മോട്ടിവേഷണൽ ക്ലാസ് ഒക്കെ കേൾക്കും. നമ്മളുടെ മരണം മാത്രം മതി നമ്മൾക്ക് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി. സുബ്ഹാനല്ലാഹ്. ഈ ഒരു മരണം നമ്മളെ എപ്പം പിടികൂടുന്ന നമ്മൾക്ക് ഒരു ഐഡിയയും ഇല്ല. സുബ്ഹാനല്ലാഹ്. നമ്മൾ ഇന്നത്തെ ഈ ഒരു മോട്ടിവേഷൻ ക്ലാസ് കേട്ട് കഴിഞ്ഞിട്ട് മോട്ടിവേറ്റഡ് ആയിട്ട് നമ്മൾക്ക് പ്രവർത്തിക്കാൻ പറ്റുമോ എന്ന് പോലും സുബ്ഹാനല്ലാഹ് നമ്മൾക്ക് ആർക്കും അറിയില്ല. സുബ്ഹാനല്ലാഹ്. ഈ ദീനിനെ, ഈ എന്താ പറയാ, ഈ ഒരു നമ്മളുടെ ദീനില്, ഇസ്ലാമില്, നമ്മളുടെ ഈ ഒരു എന്താ പറയാ, ഈ സമയത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയാൻ നേരത്ത്, സമയത്തിന് മാത്രമായിട്ട് കുറെ പ്രത്യേകതകളുണ്ട്. അതിന്റെ പെട്ടെന്നുള്ള ഒരു സഞ്ചാരമാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. നാളെ നമ്മളെ ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ നമ്മൾ അവിടെ നിൽക്കുമ്പോൾ നമ്മൾ തമ്മിൽ ചോദിക്കും, എന്താ, അല്ലെ, നമ്മൾ കുറച്ചാളെ ജീവിച്ചുള്ളൂ, നമ്മൾ ജീവിച്ചിട്ടില്ല, ഇല്ല അഷിയത്തന ഒരു രാത്രിയോ അല്ലെങ്കിൽ ഒരു പകലോ. നമ്മൾ എത്രയാ ജീവിച്ചത്? എത്ര നാളാ നമ്മള് ഈ ഒരു ലോകത്ത് ജീവിച്ചത്? ലബിസ്നായൗമൻ അല്ലെ യൗമൻ ഖലീൽ, കുറച്ച് സമയം, ഒരു ദിവസം അല്ലെങ്കിൽ കുറച്ച് ദിവസം. സുബ്ഹാനല്ലാഹ്. വളരെ പെട്ടെന്നാണ് ഈ ഒരു ഈ ഒരു ഈ ഒരു സമയത്തിന്റെ ഈ ഒരു സഞ്ചാരം. ഈ ഐഹിക ജീവിതത്തിൽ മനുഷ്യന്റെ ആയുസ് എത്ര ദീർഘിച്ചാലും ഈ ഒരു മരണമാണ് ജീവിക്കുന്ന ഏതൊരു വസ്തുവിന്റെയും അവസാനം, അല്ലെ. ഒരു 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 ഇടിമിന്നൽ അല്ലെങ്കിൽ ഒരു ലൈറ്റ്നിങ്ങിന്റെ സമയത്തോളം ചുരുങ്ങിയതായിട്ട് നമ്മൾക്ക് നമ്മളുടെ ജീവിതം. നൂഹ് നബി അലിഹിസ്സലാമയോട് ഒരു ഐഹിക ജീവിതം എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ, നൂഹ് നബി അലിഹിസ്സലാം പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു ഇത് സഹീഹാണോ അല്ലയോ എന്ന് എനിക്ക് ഉറപ്പില്ല, എന്നാൽ കൂടി നമ്മൾക്ക് അതിൽ നിന്ന് പാഠങ്ങളുണ്ട്. അതായത് 950 പരം വർഷം ജീവിച്ചിരുന്ന നൂഹ് അലൈഹിസ്സലാമ പറയുന്നതാണ് ഈ വാക്കെങ്കിൽ, അതായത്
ഒരു കവാടത്തിലൂടെ അതിനുള്ളിലേക്ക് കടക്കുന്നു. അതായത് 2 കവാടമുള്ള ഒരു വീട് പോലെയാണ് ഈ ഒരു ഹയാത്ത് ദുനിയ. ഒരു 2 കവാടമുള്ള ഒരു വീട് പോലെയാണ്. ഒരു കവാടത്തിൽ കൂടെ പ്രവേശിക്കുന്നു, മറ്റൊരു കവാടത്തിൽ കൂടെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നു. ഒരു വീട്ടിന്റെ ഒരു കവാടത്തിൽ നിന്ന് ഒരു കവാടത്തിൽ കൂടെ പുറത്തേക്ക് ഇറങ്ങാൻ എത്ര ടൈമാണ് നമ്മൾക്ക് എടുക്കുന്നത്? എത്ര ടൈം മാക്സിമം എടുക്കാം? സുബ്ഹാനല്ലാഹ്. ഈ ഒരു ദുനിയാവിലെ ഏറ്റവും വലിയ വീടാണെങ്കിൽ പോലും. അപ്പൊ അത്രയും ഹ്രസ്വമായിട്ട് തോന്നും ഈ ഒരു ഹയാത്ത് ദുനിയ എന്നാണ്. ഇനി ഈ ഒരു സമയത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇത് ഒരിക്കലും തിരിച്ചു കിട്ടാത്തതും പകരം ലഭിക്കാത്തതുമായിട്ടുള്ള ഒരു വസ്തുവാണ്. സുബ്ഹാനല്ലാഹ്. അല്ലെ? നമ്മള് ഓരോ മിനിറ്റുകളും ഒരു സെക്കൻഡുകളും വളരെ ധൃതിയോടെ എന്താ പറയാ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കണം. ഹസനുൽ ബസരി റഹിമഹുള്ള സമയക്കുറിച്ച് പറയുകയാണ്, ഓരോ പ്രഭാതവും പൊട്ടിവിടരുന്നത് ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടാണ്, അല്ലയോ മനുഷ്യ, ഞാനൊരു പുതിയ സൃഷ്ടിയാണ്, നിന്റെ കർമ്മത്തിന് സാക്ഷിയാണ്, അതുകൊണ്ട് നീ എന്നെ പ്രയോജനപ്പെടുത്തുക. ഞാൻ പോയി കഴിഞ്ഞാല് പിന്നെ അന്ത്യനാള് വരെ ഞാൻ തിരിച്ചു വരാൻ പോകുന്നില്ല എന്നാണ് ഓരോ പ്രഭാതവും നമ്മളോട് പറയുന്നു എന്നാണ്. സുബ്ഹാനല്ലാഹ്. ഈ ഒരു സമയം എന്ന് പറയുന്നത് ഏറ്റവും അമൂല്യമായിട്ടുള്ള ഒരു സമ്പാദ്യമാണ്. ഇപ്പൊ ടൈം ഇസ് മണി എന്ന് പറയുന്നവരുണ്ട്. അതായത് അവര് ഇപ്പൊ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ ടൈം ഇസ് മണി. ഓരോ സെക്കൻഡിലും ട്രേഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ സെക്കൻഡിലും ആൾക്കാർ വളരെ സ്ക്രൂട്ടിനൈസ് ചെയ്തിട്ട് അവർ ഷെയറിൽ ഇങ്ങനെ ഇടുന്നു, അതിൽ നിന്നും വിൽക്കുന്നു, വീണ്ടും വേറെ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. വെരി ഫാസ്റ്റ് മണി മേക്കിംഗ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിക്കുന്നത് കൂടിയുള്ള ഒരു മേഖലയാണ് അത്. ടൈം മണിയാണ്. അവര് വളരെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് അവിടെ പ്രവർത്തിക്കുന്നത്. അതേപോലെ തന്നെ ബിസിനസ് ചെയ്യുന്നത്. ടൈം ഇസ് മണി. വേസ്റ്റ് ചെയ്യാൻ സമയമില്ല. സുബ്ഹാനല്ലാഹ്. പക്ഷേ ടൈം ഇസ് നോട്ട് മണി. മണി കാൻ ബൈ ടൈം, അല്ലേ? മണിക്ക് എല്ലാം വാങ്ങിക്കാം, പക്ഷെ നമ്മൾക്ക് ഒരിക്കലും ധനം കൊണ്ട് സമയത്തെ തിരിച്ചു വാങ്ങിക്കാൻ പറ്റില്ല. പോയ സമയത്ത് നമ്മൾക്ക് ഒരിക്കലും കിട്ടില്ല. കടന്നുപോയ വാർദ്ധക്യം, യുവത്വം, ഒരു കവി പാടിയതാണ്, യുവത്വം ഒരു നാൾ തിരിച്ചു വന്നാൽ നര എന്നോട് എന്തൊക്കെ ചെയ്തുവെന്ന് ഞാൻ അതിനോട് പറയും, അല്ലെ? പക്ഷെ ഒരിക്കലും ആ യുവത്വമോ ആ സമയമോ തിരികെ വരാൻ പോകുന്നില്ല. സുബ്ഹാനല്ലാഹ്. ഈ അന്ത്യദിനത്തില് നമ്മൾ ചെയ്ത എല്ലാ കാര്യങ്ങളും ആദ്യം മുതൽ അന്ത്യം വരെ എന്താ പറയാ, നമ്മളെ വീണ്ടും റബ്ബ് വീഡിയോ, ആ ഒരു നമ്മളുടെ ഒരു റെക്കോർഡിങ്സ് നമ്മളുടെ കർമ്മപുസ്തകത്തിലൂടെ നമ്മൾക്ക് കാണിച്ചു തരുകയല്ലാതെ ആ ഒരു സമയം നമ്മൾക്ക് ഒരിക്കൽ പോലും തിരിച്ച് കിട്ടുകയില്ല. സുബ്ഹാനല്ലാഹ്. ഈ ഒരു സമയം എന്ന് പറയുന്നത് ഒരു മൂലധനമാണ്, ഒരു ക്യാപിറ്റലാണ്, ഒരു ബിസിനസിന്റെ ഒരു ക്യാപിറ്റൽ, ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇതിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ എന്താ പറയാ അതിനുവേണ്ടി പ്രയത്നിക്കേണ്ടത്. അത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഈ ഒരു സമയത്തിന്റെ പേരിൽ ദുഃഖിക്കേണ്ടി വരുന്ന 2 നിമിഷങ്ങളാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമ്മൾക്ക് വിവരിച്ചു കാണിക്കുന്നത്. ഒന്ന്, പരലോകം, അല്ലെങ്കിൽ പരലോകം മുന്നിൽ കണ്ടുകൊണ്ട് ഇഹലോകത്തിൽ നിന്ന് മനുഷ്യൻ വിട ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. അതായത് മരണം മുന്നിൽ കാണുന്ന ഒരു നിമിഷം. അപ്പൊ എനിക്ക് അല്പം സാവധാനം നൽകപ്പെടുകയാണെങ്കിൽ, അടുത്ത ഒരു അവധി വരെ എന്റെ ആയുസ് നീട്ടി തരികയാണെങ്കിൽ ഞാൻ എൻ്റെ ജീവിതത്തിലെ നഷ്ടങ്ങളെ കുറിച്ച് മനസ്സിലാക്കുകയും അതിന് പകരം നന്മകൾ പ്രവർത്തിക്കുകയും ചെയ്തു കൊള്ളാം എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല ഖുർആനിൽ വിവരിക്കുകയാണ്. അങ്ങനെ നമ്മൾ പറയുന്നൊക്കെ. അപ്പൊ എന്നിട്ട് നമ്മൾ റബ്ബ് താക്കീത് നൽകുകയാണ്. നമ്മളുടെ സ്വത്തും നിങ്ങളെ സന്താനങ്ങളും അള്ളാഹുവിന്റെ ദിക്റിൽ നിന്നും നിങ്ങളെ അശ്രദ്ധരാക്കരുത് ട്ടോ. സുബ്ഹാനല്ലാഹ്. അതേപോലെ തന്നെ സൂറ മുനാഫിഖൂനിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും, وأنفقوا مما رزقناكم من قبل أن يأتي أحدكم الموت فيقول ربي لولا أخرتني إلى أجل قريب فأصدق فأكن من الصالحين. അല്ലേ?
റബ്ബ് പറയാണ്, നിങ്ങൾക്ക് നാം തന്നതിൽ നിന്നൊക്കെ നിങ്ങൾ വേഗം ചെലവഴിക്കും, നിങ്ങൾക്ക് മരണം എത്തുന്നതിന് മുൻപ്. ആ സമയത്ത് നിങ്ങൾ എന്താ പറയാ, കുറച്ച് സമയം, ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്, കുറച്ച്. അപ്പൊ ഞാൻ എന്താ ചെയ്യാ, ഞാൻ തീർച്ചയായും ഈ ധനം, എന്റെ ധനം മൊത്തം ഞാൻ ചെലവഴിക്കും, സത്യം. വഅകും മിന സ്വാലിഹീൻ, ഞാൻ സ്വാലിഹീൻ ആവുക തന്നെ ചെയ്യും. സുബ്ഹാനല്ലാഹ്. പക്ഷെ നമ്മൾ ഒരിക്കലും ആ ഒരു അജല് വന്നാൽ പിന്നെ ഒരു തുഅഖിർ ഇല്ല, അവിടെ ഒരു ചാൻസ് വേറെ ഇല്ല. ഇനി ഇതേപോലെ തന്നെ മരണാനന്തര ജീവിതത്തില് നരക നമ്മൾക്ക് കാണിക്കപ്പെടുമ്പോൾ, അതായത് നരകവാസിയാണ് നമ്മള് എന്ന് നമ്മൾക്ക് ബോധ്യപ്പെട്ട് കഴിയുന്ന ആ ഒരു സമയത്ത് നമ്മൾ പറയും, ഞങ്ങൾ ഒരിക്കൽ കൂടി ഉത്തരവാദിത്തങ്ങൾ നിറഞ്ഞ ഒരു ഐഹിക ലോകത്തേക്ക് റബ്ബേ ഒന്ന് മടക്കി അയക്കുകയാണെങ്കിൽ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് പുതിയൊരു ജീവിതം നമ്മൾ നയിക്കാം. പക്ഷെ ഒരിക്കലുമില്ല. അവരാവശ്യപ്പെടുന്ന ഒരു കാര്യം എത്ര അകലെയാണ്. കർമ്മങ്ങളുടെ സമയമെല്ലാം അവസാനിച്ചിരിക്കുന്നു, ഇനിയിപ്പോൾ പ്രതിഫലം നൽകുന്ന ഒരു സമയമാണ്. ولو يؤخر الله نفسا إذا جاء أجلها ولن يؤخر الله نفسا إذا جاء أجلها والله خبير بما تعملون. ആ ഒരു സമയം വന്നു കഴിഞ്ഞാൽ പിന്നെ അതില് ഒരു 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 നീട്ടിലുള്ള. ഇനി നമ്മൾക്ക് ഈ സമയത്തോടുള്ള ഒരു ബാധ്യതകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാല്, നമ്മള് എങ്ങനെയാണോ നമ്മൾ സമ്പത്ത് ചിലവഴിക്കുന്നതില് കണിശത പുലർത്തുന്നത്, എങ്ങനെയാണോ നമ്മളുടെ എന്താ പറയുക, ഈ ഒരു വെൽത്ത് എങ്ങനെയാണ് ഇത് സമ്പാദിക്കുന്നത് പോലെ തന്നെ നമ്മളിത് ചിലവഴിക്കുന്നതിലുള്ള ഒരു കണിശതയില്ലേ, അതേപോലെ തന്നെ ആയിരിക്കണം നമ്മൾ സമയം ചെലവഴിക്കാനും ശ്രദ്ധിക്കേണ്ടത്. സുബ്ഹാനല്ലാഹ്. ഐഹികവും പാരത്രികവും, ഈ വേൾഡ്ലി അഫയേഴ്സിനും വേണ്ടിയും നാളത്തേക്ക് വേണ്ടിയും ഇതിനെ ഉപയോഗിക്കാൻ നമ്മൾ ശ്രമിക്കണം. നമ്മൾക്കും നമ്മുടെ സമൂഹത്തിനും, നമ്മുടെ ഇഹത്തിനും നമ്മുടെ പരത്തിനും, നമ്മളുടെ ഭൗതികമായ വളർച്ചയിലും നമ്മുടെ പാരത്രികമായിട്ടുള്ള റബ്ബിന്റെ തൃപ്തിയിലും, ഇതിലെല്ലാത്തിനും നമ്മൾക്ക് ശ്രദ്ധ വേണം. ഹസനുൽ ബസ്രി റഹിമഹുല്ല ഈ ഒരു കാര്യത്തിനെ പറ്റി പറയുകയാണെങ്കിൽ, ഒരു വിഭാഗം ആളുകളെ ഞാൻ കണ്ടു, അവര് ദീനാറുകളെക്കാളും ദിർഹമിനേക്കാളും സമയത്തിന്റെ വില മനസ്സിലാക്കിയവരായിരുന്നു. രാത്രിയും പകലും എന്താ പറയാ, ഉമർ ഇബ്നു അബ്ദുൽ അസീസ്, അദ്ദേഹം രാത്രിയും പകലും റബ്ബിനു വേണ്ടി കഷ്ടപ്പെടുന്നവനായിരുന്നു. അതുകൊണ്ട് ആ രണ്ട് സമയത്തും കർമ്മങ്ങളിൽ ഏർപ്പെടാൻ വേണ്ടി എന്താ പറയാ, നമ്മളെ ഇൻസ്പയർ ചെയ്ത ആൾക്കാരായിരുന്നു ഇവരെല്ലാം. ഈ സമയം നഷ്ടപ്പെടുത്തുന്നത്, സമയം പാഴാക്കല്, അതായത് സമയത്തോടുള്ള ഒരു ബാധ്യത എന്ന് പറയുന്നിടത്ത് സമയം നമ്മൾ പാഴാക്കാതിരിക്കുക എന്നുള്ളതാണ്. ഈ സമയം പാഴാക്കല്, സമയം നഷ്ടപ്പെടുത്തൽ ആലസ്യത്തിന്റെ ലക്ഷണമാണ്. സമയം ഒരു വാളാണ്. നമ്മള് ആ ഒരു വാള് കൊണ്ട് വെട്ടിയില്ലെങ്കിൽ ആ വാള് നമ്മളെ തിരിച്ചു വെട്ടും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വാള് എങ്ങനെയാണ് ഈ ഒരു വാള് നമ്മൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നത് എന്ന് നമ്മൾക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾക്ക് ഇൻഷാ അല്ലാഹു തആല അത് പ്ലാൻ ചെയ്യേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു സമയം നമ്മളെ തിരിച്ചു കൊത്തും. എന്ന് ഈ ഒരു സമയം നമ്മൾക്കെതിരെ സാക്ഷ്യം വഹിക്കും. ആരുടെയെങ്കിലും ഇന്നലത്തെ പോലെയാണെങ്കിൽ അവന് നഷ്ടമാണ്. തലേ ദിവസത്തെക്കാൾ മോശമാണെങ്കിൽ അവൻ ശപിക്കപ്പെട്ടവനാണ്. സുബ്ഹാനല്ലാഹ്. നമ്മളുടെ ഓരോ ദിവസവും നമ്മളുടെ തലേ ദിവസത്തെക്കാൾ നല്ലതായിരിക്കണം. അതേപോലെ ആണെങ്കിൽ അവന് സമയം നഷ്ടപ്പെടുത്തി. ഇനി അതിനേക്കാൾ മോശപ്പെട്ട ഒരു അവസ്ഥയിലാണെങ്കിൽ സുബ്ഹാനല്ലാഹ്, നമ്മൾ നഷ്ടക്കാരിലായി, നമ്മൾ ശപിക്കപ്പെട്ടവരായി. സുബ്ഹാനല്ലാഹ്. എത്ര കുറവാണെങ്കിൽ പോലും ഈ സമയം ഉപയോഗപ്പെടുത്തി നല്ല അറിവുകൾ നേടാനുള്ള ഒരു ശ്രമത്തിലായിരിക്കണം നമ്മൾ എപ്പോഴും. നമ്മുടെ പൂർവികൾ അതിനുവേണ്ടി വളരെ എന്താ പറയാ, വളരെ എനർജറ്റിക് ആയിട്ട്, വളരെ എന്താ പറയാ, എൻതൂസിയാസ്റ്റിക് ആയിട്ട്, വളരെ ശുഷ്കാന്തിയോടുകൂടി അവരെ ഇൽമ് സമ്പാദിക്കാൻ എങ്ങനെയെങ്കിലും സമയം കണ്ടെത്തിയിരുന്നു എന്ന് നമ്മൾക്ക് കാണാൻ പറ്റും. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, എന്റെ ആയുസ് കുറഞ്ഞുകൊണ്ടേയിരുന്നിട്ടും
കർമ്മം അധികരിപ്പിക്കുവാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ഓർത്തല്ലാതെ മറ്റൊരു കാര്യത്തിലും എനിക്ക് ഒരു ദുഃഖവും ഉണ്ടായിട്ടില്ല. സുബ്ഹാനല്ലാഹ്. അതായത് ഓരോ ദിവസവും അസ്തമിക്കുമ്പോൾ, ഓരോ സൂര്യനും നമ്മൾക്ക് മേൽ ഉദിച്ചിട്ട് നമ്മളുടെ മുൻപിൽ അസ്തമിക്കുമ്പോൾ കഴിഞ്ഞു പോകുന്ന ഓരോ ദിവസവും എന്നെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന വിജ്ഞാനം, അത് ഞാൻ അധികരിപ്പിക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ കർമ്മം അത് അധികരിപ്പിച്ചിട്ടില്ലെങ്കിലോ, അല്ലെങ്കിൽ അതിനെനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ, അല്ലെങ്കിൽ കുറച്ചുകൂടി ചെയ്യാമായിരുന്നു എന്നുള്ളൊരു ദുഃഖം മാത്രമേ സുബ്ഹാനല്ലാഹ് അവർക്കൊക്കെ ഉണ്ടായിട്ടുള്ളൂ. അല്ലാതെ നമ്മളെ പോലെ കുറച്ചുകൂടി ഒന്ന് ബുഫയിൽ കുറച്ചുകൂടി ഒന്ന് ഫുഡ് കഴിക്കായിരുന്നു, അല്ലെങ്കിൽ മറ്റേ ചുരിദാറല്ല ഈ ഒരു ചുരിദാർ കൂടി എടുക്കാമായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു ഇത് കൂടി. സുബ്ഹാനല്ലാഹ്, നമ്മളുടെ റിഗ്രറ്റ്സ് എല്ലാം ഇങ്ങനെയാണ്. പക്ഷെ കുറച്ചുകൂടി റബ്ബിനെ തൃപ്തിപ്പെടുത്താമായിരുന്നു എന്നുള്ളൊരു റിഗ്രറ്റ് അല്ലാതെ വേറൊരു റിഗ്രറ്റും നമ്മൾക്ക് ഓരോ ദിവസം കഴിയുമ്പോഴും പാടില്ല എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. ഈ ഒരു അതേപോലെ തന്നെ നമ്മളുടെ ഈ ഒരു സമയത്തോട് നമ്മൾ ചെയ്യേണ്ട ഒരു ബാധ്യത എന്ന് പറയാൻ നേരത്ത് നമ്മുടെ ഈ ഒരു ഒഴിവുവേളകൾ അല്ലെ, അത് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. ആരോഗ്യവും ഒഴിവുവേളയുമാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ പേടിക്കേണ്ട രണ്ട് വസ്തുക്കൾ. ഒരു ഉത്തരവാദിത്തമുള്ള ഒരു 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 കച്ചവടക്കാരനെ പോലെ ആയിരിക്കണം നമ്മൾ എപ്പോഴും. ഈ ഒരു ആരോഗ്യവും വിശ്രമവേളയും ഈ ഒരു കച്ചവടത്തിന്റെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിൽ, ഇത് എന്ത് ചെയ്തു, എങ്ങനെ ഇത് വർദ്ധിപ്പിക്കാം, എങ്ങനെ ഈ ഒരു ക്യാപിറ്റൽ നിന്ന് ഏറ്റവും കൂടുതൽ മുതലാക്കാം, ഏറ്റവും കൂടുതൽ ലാഭം എങ്ങനെ കൊയ്യാം എന്നുള്ളൊരു ചിന്തയിലായിരിക്കണം നമ്മൾ ഈ ആരോഗ്യത്തിനെയും ഒഴിവ് സമയത്തെയും കാണുന്നത്. ഈ ഒഴിവ് സമയം എന്ന് പറയാൻ നേരത്ത് നമ്മൾ നോർമലി മനസ്സിലാക്കുന്നത് ഒഴിവ് സമയമാണ്, അതായത് ഒന്നും ചെയ്യാനില്ലാത്ത ഒഴിവ് സമയം അല്ല കേട്ടോ. സുബ്ഹാനല്ലാഹ്. ഈ ഒഴിവ് സമയം എന്ന് പറയുന്നത് നമ്മളുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്, നമ്മളുടെ മനസ്സിലെ ഒഴിവ് സമയമാണ്. അത് ഏറ്റവും കൂടുതൽ നമ്മൾക്ക് ഈ ഒരു യുവത്വത്തിലാണ് കിട്ടാൻ വേണ്ടി പോകുന്നത്. നമ്മൾക്കറിയാലോ, നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ചു വെച്ചിട്ടുള്ള ദുആ, നമ്മൾ ചെറുപ്പത്തിലെ മനഃപ്പാഠമാക്കിയ ഖുർആൻ ആയത്തുകൾ, നമ്മൾ ചെറുപ്പത്തിൽ മനഃപ്പാഠമാക്കിയ തജ്വീദിലെ തെറ്റുകൾ, ഇതെല്ലാം നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾക്ക് വന്നുകൊണ്ടേയിരിക്കും. ഇന്ന് എത്രത്തോളം നമ്മൾ തജ്വീദ് അനുസരിച്ചിട്ട് ഓതാൻ പഠിച്ചാലും, നമ്മളുടെ ഹർക്കത്തുകളെ മിസ്റ്റേക്സ് ഒക്കെ മാറ്റാൻ ശ്രമിച്ചാലും, ആ ചെറുപ്പത്തിൽ നമ്മൾ പഠിച്ചു വെച്ച ആ മിസ്റ്റേക്സ് ആണ് നമ്മൾ പെട്ടെന്ന് ഓട്ടോമാറ്റിക്കലി വരുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളുടെ ഏറ്റവും മൈൻഡ് ഫ്രീ ആയിട്ടുള്ള സമയത്ത് ചെയ്ത, അല്ലെങ്കിൽ നമ്മളുടെ മൈൻഡിലേക്ക് കയറ്റിയ നോളജ്, ഇൽമും ആ വേളകൾ ഉപയോഗപ്പെടുത്തിയ നിമിഷങ്ങളാണത്. അതുകൊണ്ട് തന്നെ നമ്മൾ a+b² നമ്മൾക്ക് എപ്പോൾ വേണമെങ്കിലും അത് വരും. പക്ഷെ ഞാൻ ഇന്നലെ മനഃപ്പാഠമാക്കിയ ഒരു ആയ, അല്ലെങ്കിൽ ഒരു ഫോർമുല നമ്മൾക്ക് വരില്ല. ബിക്കോസ് നമ്മൾ എന്താ പറയാ, നമ്മുടെ ആയുസ് നമ്മൾ വലുതാകുന്തോറും, നമ്മൾ പ്രായമാകുന്തോറും നമ്മളുടെ മനസ്സ് ഈസ് ബീങ് പ്രീ ഓക്കുപ്പൈഡ് വിത്ത് മെനി തോട്ട്സ്. നമ്മൾ പണ്ട് കെയർ ഫ്രീ ലൈഫായിരുന്നു. അതാണ് ഈ യുവത്വം എന്ന് പറയാൻ നേരത്ത് നമ്മൾക്ക് അധികം നമ്മളുടെ ചിന്തകളിലേക്ക് വരാനൊന്നുമില്ല. പക്ഷെ ഇന്ന് നമ്മൾക്ക് ചിന്തിക്കാൻ കുറെ കാര്യങ്ങളുണ്ട്. നമ്മളുടെ മക്കള്, നമ്മളുടെ ആരോഗ്യം, ഞാൻ വീണാൽ എന്താവും, എനിക്ക് പനി വന്നാൽ എന്താവും, എൻ്റെ മക്കൾക്ക് എന്താകും, അതെന്താകും, കോളേജിൽ പോയാൽ എന്താകും, ബസ്സിൽ കയറുമ്പോൾ എന്താകും, ഫോണിൽ എന്താ കാണുന്നത്, അതെന്താണ്, ഇവരെന്താ ചിന്തിക്കുന്നത്, അവരെന്താണ് ചിന്തിക്കുന്നത്, വീട്ടുകാരെന്താണ് ചിന്തിക്കുന്നത്, ബോസ് എന്താ ചിന്തിക്കുന്നത്, ലോട്ട് ഓഫ് തിങ്സ്, പ്രീ ഓക്യുപ്പൈഡ്, അത് ഇത് ആവശ്യമില്ലാത്ത ടെൻഷൻ. നമ്മളിപ്പോൾ നമ്മളുടെ പാരന്റ്സിനെ കളിയാക്കും, ആവശ്യമില്ലാത്ത ടെൻഷൻ ഇങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കുന്ന എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്, എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്. പക്ഷെ നമ്മൾക്ക് മനസ്സിലാകും, നമ്മളിങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രായമാകും തോറും നമ്മളുടെ മനസ്സ് ഈസ് ഓൾസോ ഗെറ്റിംഗ് പ്രീ ഓക്യുപ്പൈഡ്. അപ്പോൾ ഈ പ്രീ ഓക്യുപ്പൈഡ് ആകാത്ത ആ ഒരു ഒഴിവ് സമയം എന്ന് പറയാൻ നേരത്ത് നമ്മൾക്ക് ഏറ്റവും ബെസ്റ്റ് സമയം എന്ന് പറയാൻ നേരത്ത് നമ്മളുടെ ആ ഒരു യുവത്വമാണ്. ആ ഒരു പ്രീ ഓക്യുപ്പൈഡ് അല്ലാത്ത മൈൻഡ് ഉള്ള, ഫ്രീ ആയിട്ടുള്ള ഒരു ടൈം. എന്താ പറയാ, നമ്മളിപ്പോ ഒരു കണക്കെടുക്കുകയാണെങ്കിൽ എത്ര നിമിഷങ്ങൾ, മിനിറ്റുകൾ, അവേഴ്സ്, മാസങ്ങൾ, വർഷങ്ങൾ നമ്മൾ അള്ളാഹുവിന്റെ ദിക്റില്ലാണ്ട്, അള്ളാഹുവിനെ കുറിച്ച് ഓർക്കാണ്ട്
നമ്മളുടെ ഇന്നലെക്കാൾ നന്നാക്കാത്ത അല്ലെങ്കിൽ വഷളായി പോയ എത്ര എത്ര ദിവസങ്ങൾ, മാസങ്ങൾ, വർഷങ്ങൾ നമ്മൾക്ക് കടന്നു പോയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. പക്ഷെ നമ്മളുടെ റബ്ബ് അവൻ ഏറ്റവും കാരുണ്യവാനാണ്. നമ്മൾ ഏതൊരു നിമിഷത്തിലും നമ്മൾ ആത്മാർത്ഥതയോടുകൂടി തൗബ ചെയ്താല്, ഇസ്തിഗ്ഫാർ ചെയ്താൽ അത് സ്വീകരിക്കുന്ന തവ്വാബും ഗഫൂറും ഗഫാറും അഫുവാണ് നമ്മളുടെ റബ്ബ്. നമുക്ക് മരണം വരെ സുബ്ഹാനല്ലാഹ് സഹോദരിമാരെ, എന്നോട് ആദ്യവും പിന്നീട് നിങ്ങളോട് നമ്മൾക്ക് സമയമുണ്ട്. നമ്മൾക്ക് നന്നാകാൻ വേണ്ടി സുബ്ഹാനല്ലാഹ് നമ്മൾക്ക് നന്നാവാനുള്ള ആയുസ്, ആരോഗ്യം റബ്ബ് നമ്മൾക്ക് ഇവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപോലെ തന്നെ നമ്മളുടെ നന്മകളിലേക്കുള്ളൊരു മുന്നേറ്റം, ഇത് നമ്മൾ സമയത്തോട് ചെയ്യുന്ന ഒരു 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 നമ്മളുടെ ഒരു ബാധ്യതയിൽ വരുന്നതാണ്. സുബ്ഹാനല്ലാഹ്. സമയത്തോട് നമ്മൾ സുബ്ഹാനല്ലാഹ്, നമ്മൾ സൂറ ആലി ഇംറാനിൽ വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിൻ റബ്ബിക്കും വജന്നത്തിൻ അർദുഹാ അസ്സമാവാതു വൽ അർദ് ഉഇദ്ദത് ലിൽ മുത്തഖീൻ. സാരിഉ എന്നാണ് പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ ധൃതിപ്പെടുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ വേറൊരു സൂറയിൽ വസാബിഖു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സൂറ ഹദീദിലാണെങ്കിൽ വസാബിഖു ഇലാ മഗ്ഫിറത്തിൻ മിൻ റബ്ബിക്കും വജന്നത്തിൻ അർദുഹാ കഅർദി സമാഇ വൽ അർദ് ഉഇദ്ദത് ലില്ലദീന ആമനു ബില്ലാഹി വറസൂലിഹി ذلك فضل الله يؤتيه من يشاء والله ذو الفضل العظيم. അല്ലാഹു ഏറ്റവും അദീമായ ഫദ്ലിന്റെ ഉടമയാണ്. സുബ്ഹാനല്ലാഹ്. അവന്റെ ഏറ്റവും അദീമായിട്ടുള്ള ഒരു ഫദ്ല് എന്ന് പറയാൻ സമയം തന്നെയാണ്. സുബ്ഹാനല്ലാഹ്. സാബിഖു, നിങ്ങൾ മുന്നേറൂ, നിങ്ങൾ റേസ് ചെയ്യൂ, നിങ്ങൾ മറ്റുള്ളവരെ പരാജയപ്പെടുത്തിക്കൊണ്ട് മുന്നേറൂ. സാരിഉ, നിങ്ങൾ ധൃതിപ്പെടൂ. സാബിഖൂന ബിൽ ഖൈറാത്ത് വഫീ ദാലിക ഫല്യതനാഫസിൽ മുതനാഫിസൂൻ, നിങ്ങൾ കമ്പീറ്റ് ചെയ്യൂ, നിങ്ങൾ മത്സരിക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തിനാണ് മത്സരിക്കേണ്ടത്? സുബ്ഹാനല്ലാഹ്. ഒരു 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 അജൽ, ഒരു നന്മ, അത് നന്മയാകുന്നില്ല അത് നമ്മൾ ചെയ്യാൻ വേണ്ടി ഹേസ്റ്റൻ ചെയ്തില്ലെങ്കിൽ. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. നമ്മള് തീർച്ചയായും അവർ നന്മകളിൽ ധൃതി കാണിക്കുകയും അത് ആശിച്ചുകൊണ്ടും പേടിച്ചുകൊണ്ടും അള്ളാഹുവിനോട് നമ്മോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരായിരുന്നു എന്ന് നമുക്ക് സുബ്ഹാനല്ലാഹ് റബ്ബ് സുബ്ഹാനഹു വ തആല സൂറ അംബിയായിൽ പറഞ്ഞിട്ടുണ്ട് പ്രവാചകന്മാരെ പറ്റി. സുബ്ഹാനല്ലാഹ്. അവൻ അതേപോലെ തന്നെ സൂറ ആലിമ്രാനിൽ പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഏതൊരുവനും അതായത് അവർ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുകയും നന്മ കൽപ്പിക്കുകയും തിന്മ വിളിക്കുകയും നല്ല കാര്യങ്ങളിൽ അത്യുത്സാഹം കാണിക്കുകയും ചെയ്യുന്നതാണ്. അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നെങ്കിൽ, അതായത് നമ്മൾ ഒരു നന്മ ചെയ്യാൻ നമ്മൾക്കൊരു മടിയുണ്ടെങ്കിൽ, നമ്മൾക്കൊരു ഒരു ഒരു ഉത്സാഹക്കുറവുണ്ടെങ്കിൽ, അല്ലെ, അവര് നമസ്കാരത്തിലേക്ക് മടി കൂടിയവരല്ലാതെ വരുന്നില്ല, അല്ലെ, എന്ന് പറയുന്നതായിട്ട് നമുക്ക് കാണാമല്ലോ. സുബ്ഹാനല്ലാഹ്. അത് കപടവിശ്വാസികളെ പറ്റി പറയുമ്പോഴൊക്കെ സുബ്ഹാനല്ലാഹ്. ആപത്തുകളും പ്രതിസന്ധികളും വരുന്നതിന് മുൻപ് കർമ്മങ്ങളിൽ നിരതരാവാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അതേപോലെ തന്നെ ഈ സമയം എന്ന് പറയുന്നിടത്ത് 3 കാര്യങ്ങളാണ് ഈ സമയം: ഭൂതം, ഭാവി, അതേപോലെ തന്നെ വർത്തമാനം. ഈ സമയം, ഈ ഭൂതവും ഭാവിയും വർത്തമാനം, അതല്ലെങ്കിൽ ഇന്നലെ, ഇന്ന്, നാളെ, ഈ 3 സമയത്തിന്റെ ഈ ഒരു 3 ഭാഗങ്ങളും നമ്മളിൽ കുറെ പേരൊക്കെ ഇതിനെ തെറ്റായിട്ട്
ഉപയോഗിക്കുന്നവരായിട്ട് കാണാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ, ചിലർ ഭൂതകാലത്തിൽ സ്റ്റക്കാണ്. അവർ ഭൂതകാലത്തിൽ തളച്ചിട്ടപ്പെട്ടുകയാണ്. അവർ ഇന്നലകളെ കുറിച്ച് ഓർത്ത് വിഷമിക്കുന്നവരാണ്, വ്യസനിക്കുന്നവരാണ്, ദുഃഖിക്കുന്നവരാണ്. ഇന്നലെ ആയിരുന്നെങ്കിൽ, ഇന്നലെയൊക്കെ എൻ്റെ ചെറുപ്പകാലം എത്ര നല്ലതായിരുന്നു, പണ്ടത്തെ ആളുകൾ എന്ത് നല്ലതായിരുന്നു, പണ്ട് എപ്പോഴും സാഹോദര്യവും സമാധാനവും ആയിരുന്നു, നമ്മുടെ ഷെയ്ഖുകൾ അല്ലെങ്കിൽ പണ്ഡിതന്മാർ നല്ലവരായിരുന്നു, നമ്മുടെ ഭരണാധികാരികൾ നല്ലതായിരുന്നു, മാവേലി നാട് വാണിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ, അങ്ങനെ പാസ്റ്റിൽ ജീവിക്കുന്നവരായിട്ട് കാണാം. അല്ലെങ്കിൽ ഒരു എന്താ പറയുക, പുത്തനായിട്ട് ഒരു ആശയങ്ങൾ വന്നാൽ അതിലുള്ള നന്മയെ കാണാതെ നമ്മുടെ പൂർവികന്മാർ എന്താണോ ചെയ്തിട്ടുള്ളത്, എൻ്റെ ഉമ്മ ഇപ്പൊ എന്താ ഫോളോ ചെയ്ത് വന്നിട്ട് അത് മാത്രമേ ഞാൻ ചെയ്യൂ എന്ന് പറയുന്നവരായിട്ടൊക്കെ കാണാൻ പറ്റും. ഇതിനെയൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ വളരെ കർശനമായിട്ട്, അല്ലെ, വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ എതിർക്കുന്നതായിട്ട് കാണാൻ പറ്റും. വാട്ട് ഇഫ് നിങ്ങളുടെ മാതാപിതാക്കള് അവർ യഥാർത്ഥ ഇൽമില്ലാത്തവരായിട്ടാണ് അവർ പ്രവർത്തിച്ചിരുന്നത്, എന്തോ അത് ചെയ്യുന്നത് അവർ ശരിക്കും യഥാർത്ഥ ഇൽമില്ലാത്തവരായിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾക്കാണെങ്കിലോ യഥാർത്ഥ ഇൽമു വന്നിട്ടുണ്ടല്ലോ. ലഹമാ കസബത്ത് വലൈഹ മക്തസബ്. നിങ്ങൾ ചെയ്തതിന്റെ ഫലം നിങ്ങൾക്ക്, അവർ ചെയ്തതിന്റെ ഫലം അവർക്ക്. അവര് തെറ്റിലായിരുന്നു എന്ന് ചിന്തിക്കേണ്ട ആവശ്യം നമുക്കില്ല. എന്ന് വെച്ചാല് എന്താണോ പ്രവർത്തിച്ചിട്ടുള്ളത് അതിനെ ഹിസാബ് എടുക്കുന്നത് റബ്ബാണ്. നമ്മൾ എന്താണോ പ്രവർത്തിക്കുന്നത് അതിന്റെ ഹിസാബ് എടുക്കുന്നത് റബ്ബാണ്. നമ്മൾക്ക് നൽകിയിട്ടുള്ളത് എന്താണോ അതിനെക്കുറിച്ച് ഏറ്റവും നന്നായിട്ട് അറിയുന്നവരും റബ്ബാണ്. അവർക്ക് എന്തെല്ലാം എന്താ പറയാ, ലിമിറ്റേഷൻസ് ഉണ്ടായിട്ടുണ്ടോ അതും അറിയുന്നവൻ റബ്ബാണ്. സോ എൻ്റെ മാതാപിതാക്കൾ അങ്ങനെ ചെയ്തിട്ടുള്ളൂ, അവരെന്താ സച്ചരിതരായിരുന്നില്ലേ, അവര് ഖുർആന്റെ മീനിങ് ഒന്നും പഠിച്ചിട്ടില്ല, അവരിതൊന്നും ചെയ്തിട്ടില്ല, എന്താണ് അവര് നരകത്തിലെ വിറകാണോ? നോ, അതൊന്നും ആലോചിക്കാനും അതൊന്നും നമ്മളുടേതല്ല. നമ്മളുടെ ഇതെന്തെന്ന് വെച്ചാല്, നമ്മളുടെ ഡ്യൂട്ടി എന്തെന്ന് വെച്ചാല്, നമ്മൾക്ക് നൽകിയിട്ടുള്ള ടൈമിൽ നമ്മൾക്ക് നൽകിയിട്ടുള്ള റിസോഴ്സ്, കഴിവുകളും ഇൽമുകളും ഒക്കെ വെച്ചിട്ട് നമ്മൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ നമ്മൾ സത്യത്തെ നല്ല രീതിയിൽ മനസ്സിലാക്കുകയും അതനുസരിച്ചിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അല്ലാണ്ട് ഭൂതത്തിൽ അങ്ങ് തളച്ചിട്ട് അതിനെപ്പറ്റി ഓർത്ത് കരയുന്നവരായിട്ട് ഒരിക്കലും നമ്മൾ മാറരുത്. ഈ ഒരു സമയം അതിനെ എങ്ങനെ നല്ല രീതിയിൽ ഉപയോഗിക്കാം എന്നുള്ളതിന് അതിന്റെ ഒരു 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 പാർട്ടാണ് നമ്മളുടെ കഴിഞ്ഞു പോയ, അല്ലെങ്കിൽ നമ്മളുടെ ഇന്നലകളിൽ നിന്ന്, നമ്മളുടെ ചരിത്രത്തിൽ നിന്ന്. അതുകൊണ്ട് തന്നെയാണല്ലോ ഖുർആനിൽ ഇത്രയും കൂടുതൽ നമ്മളുടെ പൂർവികരുടെ കഥകളും ചരിത്രങ്ങളും പറഞ്ഞിട്ടുള്ളത്. ഇതിൽ നിന്നെല്ലാം പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളുടെ ഇന്നും നാളെയും നന്നാക്കാൻ വേണ്ടിയാണ്. സുബ്ഹാനല്ലാഹ്. അതേപോലെ ഇപ്പൊ നമ്മൾ വെരി സിമ്പിൾ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ, പണ്ടൊക്കെ നമ്മുടെ ചെറുപ്പകാലങ്ങൾ എങ്ങനെ എത്ര നല്ലതായിരുന്നു, നമ്മളുടെ കൂട്ടുകുടുംബങ്ങൾ, നമ്മുടെ കുടുംബാദികൾ തമ്മിൽ എന്തൊരു സ്നേഹമായിരുന്നു എന്ന് ആലോചിച്ച് വിലപിക്കാതെ എന്തുകൊണ്ടായിരുന്നു അത്രയും ദൃഢമായ ബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നത്? അത് അവരുടെ കൂടെയുള്ള കൂടലുകളും കൂടിയിരുന്നുള്ള ഭക്ഷണങ്ങൾ ഷെയർ ചെയ്യുന്നതിലും ഒക്കെ ആയിരുന്നു, ഗിഫ്റ്റ് പങ്കുവെക്കുന്നതിലൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ എല്ലാ കാര്യങ്ങളും നമ്മളുടെ ഇന്ന് കൊണ്ടുവന്നാല് നമ്മൾക്ക് അതേപോലെ ദൃഢമായ കുടുംബ ബന്ധങ്ങളും വളരെ വാംത്തുള്ള റിലേഷൻഷിപ്പും ഒക്കെ ഉണ്ടാക്കാൻ സാധിക്കും, അല്ലെ? ഇന്ന് എന്തുകൊണ്ടാണ് ഇന്നത്തെ തലമുറയിലെ കുട്ടികളുടെ ദാമ്പത്യ ബന്ധങ്ങൾ ഇത്രയും ഷോർട്ടായിരിക്കുന്നത്? എന്തുകൊണ്ടാണ്? അത് പണ്ടത്തെയൊക്കെ. സോ എന്തുകൊണ്ട് പണ്ടത്തെ പോലെ ആയിക്കൂടാ? എങ്ങനെ ആക്കിക്കൂടാ? ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് എന്തുകൊണ്ട് വരുത്തിക്കൂടാ? ഇന്നലകളിൽ നിന്നുള്ള പാഠങ്ങൾ എന്തുകൊണ്ട് ഉൾപ്പെടുത്തിക്കൂടാ? സുബ്ഹാനല്ലാഹ്. അതേപോലെ ഭാവി ഈ സമയത്തിന്റെ വേറൊരു ഘടകമാണ് ഭാവി എന്നുള്ളത്. സോ ഈ ഭാവിയെ പറ്റി പറയുകയാണെങ്കിൽ, ഈ ഭാവിയെ കുറിച്ചുള്ള വ്യാമോഹങ്ങളെ കുറിച്ചോ, അല്ലെങ്കിൽ ഈ ഒരു പ്രോക്രാസ്റ്റിനേഷൻ, എന്തും നാളത്തേക്ക് വെക്കുന്ന ഒരു 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 അതൊരു ഒരു പ്രവണതയാണ് പ്രോക്രാസ്റ്റിനേഷൻ. ഇന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നാളത്തേക്ക് വെച്ചാൽ അത് ശരിക്കും നമ്മളിൽ ഉള്ള ഒരു കുറ്റമാണ്. സുബ്ഹാനല്ലാഹ്. അത് ഒരു കുറ്റമായിട്ടാണ് റബ്ബ് നമ്മളിൽ അത് കണക്കാക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അതേപോലെ തന്നെ ഇല്ലാത്ത മോഹങ്ങൾ, ഫോർ എക്സാമ്പിൾ, ഇപ്പോ ഇന്ന് ഞാൻ ഒട്ടും പഠിക്കാണ്ട്
ഏഹ് നാളെ എനിക്ക് എക്സാമിൽ ഫുൾ മാർക്ക് കിട്ടും എന്നുള്ളത് അതൊരു വ്യാമോഹമാണ്. അങ്ങനെ ഇല്ലാത്ത മോഹങ്ങളെയും നടക്കാത്ത സംഭവങ്ങളെ കുറിച്ച് വ്യാമോഹിച്ചിട്ട് നാളെ പറ്റി വലിയ വലിയ പ്രതീക്ഷകൾ വെക്കുന്നതും മണ്ടത്തരമാണ്. സുബ്ഹാനല്ലാഹ്, ഇന്ന് നമ്മളുടെ ഇന്നത്തെ ഒരു ലൈഫ് നന്നാക്കാതെ, ശരിക്കും നാളെ കുറിച്ച് നല്ല ഒരു പ്ലാനിങ് ഇല്ലാതെ, അള്ളാഹുവിൽ നിന്ന് കിട്ടാൻ പോകുന്ന മഗ്ഫിറത്തിനെയും മർഹമത്തിനെയും മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മൾക്ക് നാളെ ഒരു ജയമില്ല സഹോദരിമാരെ. നമ്മൾക്ക് നാളെ ഒരു ജയമില്ല. ഇന്ന് നമ്മൾ പഠിച്ചാലേ നാളെ നമ്മുടെ എക്സാമില് നമ്മൾക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുകയുള്ളൂ. അല്ലാത്ത വ്യാമോഹങ്ങളിൽ നമ്മൾ പെടരുത്. പക്ഷെ നമ്മൾക്ക് നമ്മൾക്ക് വേണ്ടത് എന്താണ്? നല്ല പ്രതീക്ഷയാണ് നമ്മൾക്ക് വേണ്ടത്. നാളത്തേക്ക് നമ്മൾക്ക് വേണ്ടത് നല്ല പ്രതീക്ഷയാണ്. അതേപോലെ നാളത്തേക്ക് നമ്മളുടെ മരണം, അത് കഴിഞ്ഞാലുള്ള ജീവിതത്തിൽ നമ്മൾ എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത് എന്നുള്ള ആ ഒരു പ്രിപ്പറേഷൻ ആണ് നമ്മൾക്ക് വേണ്ടത്. അപ്പോൾ പ്രതീക്ഷയും പ്രിപ്പറേഷൻസും ആയിട്ടുള്ള ഒരു നാളെയാണ് നമ്മൾക്ക് വേണ്ടത്. ഇന്നത്തെ പ്രിപ്പറേഷന്റെ ഫലമായിട്ട് എനിക്ക് നാളെ ലഭിക്കാൻ പോകുന്നത്, നാളെ എനിക്ക് എൻ്റെ റബ്ബിന്റെ മുൻപിൽ എൻ്റെ റെക്കോർഡ് ബുക്കിൽ ഞാൻ വെച്ചിട്ടുള്ളത് എന്താണ് എന്നുള്ളത് നല്ലൊരു പ്ലാനിങ് ആയിരിക്കണം നാളെ. എന്നിട്ട് വേണം നമ്മൾക്ക് റബ്ബിനോടുള്ള ഒരു പ്രതീക്ഷ. എല്ലാ ദിവസവും നമ്മൾ നേരത്തെ കേട്ടതുപോലെ ഒരു പുതിയ പ്രതീക്ഷയാണ്, പുതിയ പ്രഭാതമാണ്. നാളെ കുറിച്ച് ഓർത്തുള്ള ഒരു ഒരു പ്രതീക്ഷയറ്റ ഒരു ജീവിതവും ഒരു വിശ്വാസിക്ക് ഭൂഷിച്ചതല്ല. ഫോർ എക്സാമ്പിൾ, ഇനിയിപ്പോ ഈ ഒരു കാലഘട്ടം ഇത് നശിഞ്ഞുകൊണ്ടേയിരിക്കുന്നു, അന്ത്യ ദിവസം എത്താനായി, ഇനി എന്ത് നന്മയാണ് ഉണ്ടാകാൻ പോകുന്നത്? സുബ്ഹാനല്ലാഹ്, ഇതൊക്കെ കെട്ടു, ഇനി ഞാൻ എന്ത് ദഅവ ചെയ്യാനാണ്, എന്ത് നന്മയാണ് ഈ സമൂഹത്തിൽ ഉണ്ടാകാൻ പോകുന്നത്? അന്ത്യദിനം വന്നെത്തിക്കഴിഞ്ഞു, അന്ത്യദിനത്തിന്റെ സൈനുകളെല്ലാം ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇനി ഒരു രക്ഷയുമില്ല ഈ സമൂഹത്തിന്. അങ്ങനെയല്ലല്ലോ. അങ്ങനെ ഒരിക്കലും നമ്മൾക്ക് നാളെയെ പറ്റി പ്രതീക്ഷയറ്റ ഒരു 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 പ്രതീക്ഷ അറ്റ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ഒരിക്കലും വരാൻ പാടില്ല. ബിക്കോസ് ഈ ഒരു അന്ത്യദിനം അത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സമയത്ത് നമ്മളെ വന്ന് കൂടുന്ന ഒരു സംഭവമാണ്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? എന്റെ അവതരണം അന്ത്യദിനവും ഈ നടുവിരലും ചൂണ്ടുവിരലും പോലെയാണെന്ന് പറഞ്ഞിട്ട് അത് ഒരുമിച്ച് പിടിക്കുകയാണ് ഉണ്ടായത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചിട്ട് 1500 വർഷങ്ങൾ, 1400 പരം, 1500ഓളം വർഷങ്ങളായി. എന്നിട്ടും അന്ത്യദിനം സംഭവിച്ചിട്ടില്ല. പക്ഷെ അന്നും അന്ത്യദിനത്തിന്റെ സയൻസ്, അന്ത്യദിനത്തിന്റെ അടയാളങ്ങളിൽ ഒന്നായിരുന്നു നബിയുടെ ആഗമനം എന്നുള്ളതാണ്. സോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും അന്ത്യദിനത്തിന്റെ അടയാളമാണെങ്കിലും ചിലപ്പോൾ ഇനിയും 1000 വർഷം കടന്നിട്ടായിരിക്കാം അന്ത്യദിനം. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഒരിക്കലും ആലോചിക്കാത്ത ഒരു സമയത്തായിരിക്കും അന്ത്യദിനം. സോ അന്ത്യദിനം എന്നാണ് നമ്മൾക്കറിയില്ല. നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു അന്ത്യദിനമല്ല, അല്ലെ? റബ്ബിന് മാത്രമേ അതിനെ അറിയാൻ പാടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു അന്ത്യദിനത്തെ പേടിച്ചിട്ട് ഈ ഒരു ദുനിയാവിൽ ഒന്നും നടക്കുകയില്ലല്ലോ. ഒരു 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 സയന്റിഫിക് ആയിട്ടുള്ള ഒരു അഡ്വാൻസ്മെന്റ്സ് ഒന്നും നടക്കുകയില്ല. പക്ഷെ നമ്മൾക്ക് ചുറ്റും അറിയാം, നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് എന്താണ്? ഓരോ നിമിഷവും നാളെ എങ്ങനെ നന്നാക്കാം എന്നുള്ളൊരു പരീക്ഷണത്തിലാണ് മനുഷ്യൻ. അതുകൊണ്ട് തന്നെയാണ് ഈ ടെക്നോളജിക്കൽ അഡ്വാൻസസും കാര്യങ്ങളും. എന്റെ നാളെ എങ്ങനെ നന്നാക്കാം എന്നുള്ളൊരു ഒരു പ്രതീക്ഷയിലാണ് എല്ലാവരും. പണ്ഡിതന്മാർ നാളേക്ക് ഞാൻ എന്ത് വിട്ടേച്ചു പോകണം, എൻ്റെ വരും തലമുറക്ക്, എൻ്റെ സമൂഹത്തിന് എന്ത് ഗുണം എനിക്ക് ഇന്ന് ചെയ്താൽ നാളെ അവർക്ക് ഗുണപ്പെട്ടേക്കാം എന്നുള്ളൊരു ചിന്തയിലാണ്. നമ്മൾ പോലും ഇന്ന് ഈ ഒരു ക്ലാസ്സുകൾ കേൾക്കുന്നതും അത് എൻ്റെ ഇന്നും നാളെയും എൻ്റെ മക്കളെയും അവരുടെ തലമുറകളെയും ഒക്കെ നന്നാക്കാൻ വേണ്ടിയാണ്. സോ അന്ത്യദിനത്തെ കുറിച്ച് ഓർത്തിട്ട് ഒരു ആവലാതിപ്പെട്ട് നമ്മൾ നാളെയിലെ ഒരു പ്രതീക്ഷയറ്റ ഒരു ജീവിതം നമ്മൾക്ക് പാടില്ല. സുബ്ഹാനല്ലാഹ്, അതുകൊണ്ടാണല്ലോ നിങ്ങൾ അന്ത്യദിനം അടുത്തു എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ പോലും നിങ്ങളുടെ കയ്യിൽ ഒരു ചെടി ഉണ്ടെങ്കിൽ അത് നിങ്ങൾ നടുക എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്, ആ ചെടിയിൽ നിന്ന് ഉണ്ടാകാൻ പോകുന്ന ഒരു തണലോ ഒരു ഒരു ഫലമോ അതൊന്നുമല്ല പ്രതീക്ഷ. എന്നാൽ കൂടി എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? ആ ഒരു നന്മ കൂടി നമ്മളുടെ രേഖയിൽ റെക്കോർഡ് ആക്കുക എന്നുള്ളതാണ്. അതായത് ഇതുകൂടി എന്റെ മരണത്തിന് മുൻപ് ഇതുകൂടി സാരിഉ സാബിഖു മുതനാഫിസു യതനാഫിസു. സുബ്ഹാനല്ലാഹ്,
അതേപോലെ തന്നെ സുബ്ഹാനല്ലാഹ് നമ്മള് ഈ ഒരു എങ്ങനെ ഈ ഒരു സമയത്തെ ഉപകാരപ്പെടുത്താം, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് സമയത്തിന്റെ കാര്യത്തിൽ നമ്മൾക്ക് വീഴ്ച പറ്റുന്നത് എന്ന് ചോദിച്ചാല്, ഒന്നില്ലെങ്കിൽ നമ്മൾ ഈ ഒരു ഗഫലത്തിലായിരിക്കും. നമ്മൾ ഈ ഒരു ഗഫ്ല എന്ന് പറയുന്ന നേരത്ത് അശ്രദ്ധ ഉള്ള ഒരു അവസ്ഥയാണ് ഗഫ്ല എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ മുൻപിൽ എത്ര എത്ര ദൃഷ്ടാന്തങ്ങളും എത്ര നമ്മൾക്ക് ചുറ്റും നടക്കുന്ന സംഭവങ്ങൾ എന്തെല്ലാം നമ്മളോട് വിളിച്ച് പറയുന്നുണ്ടെങ്കിലും അതിനൊന്നും ശ്രദ്ധ കൊടുക്കാണ്ട് ഈ ദുനിയാവിലെ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു കിണറ്റിലെ മധു നുകരാൻ വേണ്ടി ആ ഒരു സമയം സ്പെൻഡ് ചെയ്ത ആ ഒരു ദുനിയാവിന്റെ ഈ ഒരു പ്രലോഭനങ്ങളിലും ഈ ഒരു എന്താ പറയാ, ഈ ഒരു ലഹ്വിലും ലഹ്വിലും സീനത്തിലും തഫാഖുറിലും അതേപോലെ തബറുജുലൊക്കെ നമ്മള് തക്കാസുറിലുമൊക്കെ നമ്മൾ ഈ ഒരു ജീവിതം ഇങ്ങനെ സ്പെൻഡ് ചെയ്യുന്ന ആ ഒരു അവസ്ഥ, അതാണ് ഒരു അശ്രദ്ധ. രണ്ട്, പ്രോക്രാസ്റ്റിനേഷൻ, നമ്മൾ നാളെ ചെയ്യാം, തഅഖർ. നമ്മൾ പഠിച്ചുവല്ലോ സുബ്ഹാനല്ലാഹ്, അലിമത്ത് നഫ്സും മാ ഖദ്ദമത് വഅഖറത്, എന്താണോ വേഗം ധൃതിയോടെ ചെയ്തതെന്നും എന്താണോ വൈകിപ്പിച്ചു വെച്ചത് എന്നും നാളെ അവിടെ കാണാൻ പറ്റുമെന്ന് കൂടി ആ ഒരു ആയത്തിന് ഒരു വ്യാഖ്യാനമുണ്ട്. സുബ്ഹാനല്ലാഹ്, എന്താണ് നമ്മൾ വൈകിപ്പിച്ചത്, നമ്മൾക്ക് ചെയ്യാൻ സാധിച്ചിട്ടും നമ്മൾ എന്താണ് വൈകിപ്പിച്ചത്. അതേപോലെ തന്നെ വേറൊരു ഈ ഒരു സമയത്തെ കേഴ്സ് ചെയ്യല്, സമയത്തെ ശപിക്കല്. വല്ലാത്തൊരു ദിവസമായിരുന്നു, പൊട്ട ദിവസമായിരുന്നു, അവന് വല്ലാത്തൊരു ടൈമാണ്, അവനൊരു ശപിക്കപ്പെട്ട ഇന്ന് കൊള്ളില്ലാത്ത ദിവസമാണ്, അവന്റെ സമയം ശരിയല്ല. സുബ്ഹാനല്ലാഹ്, സമയത്തെ ഒരിക്കലും ശപിക്കരുത്. സുബ്ഹാനല്ലാഹ്, സമയം അള്ളാഹുവിൽ നിന്നാണ്, സമയം അള്ളാഹുവിൽ നിന്നാണ്. നമ്മൾക്ക് വന്ന് ഭവിക്കുന്ന ഓരോ കാര്യം അത് സമയത്തിൽ പഴിക്കുന്നത് ശരിക്കും അള്ളാഹിന്റെ ഖദറിനെയും അള്ളാഹുവിന്റെ ഖദായെയൊക്കെ നിഷേധിക്കുന്ന ഒരു നിലപാടാണ് സമയത്തെ പഴിക്കല്. നമ്മൾക്ക് എന്ത് ഭവിച്ചിട്ടുണ്ടെങ്കിലും, എന്ത് നന്മ ഭവിച്ചാലും അത് റബ്ബിൽ നിന്നാണെന്നും, നമ്മൾക്ക് എന്തെങ്കിലും തിന്മ വന്ന് ഭവിക്കുകയാണെങ്കിൽ അത് നമ്മളുടെ തന്നെ എന്തെങ്കിലും ചെയ്ത് വെക്കലിന്റെ ഭവിഷ്യത്താണെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾക്ക് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു നൽകിയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഈ ഈ സമയം പാഴാക്കാൻ, സമയത്തിൽ അശ്രദ്ധരാകുന്ന ഉണ്ടാകുന്ന നമ്മൾ ചെയ്യുന്ന കാര്യങ്ങള്. സുബ്ഹാനല്ലാഹ്, ഇനി നമ്മൾക്ക് എങ്ങനെയാണ് ഈ സമയത്തെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമ്മൾക്ക് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം എന്ന് പറയുന്നിടത്ത്, ഡെയിലി, അതായത് എല്ലാ ദിവസവും നമ്മൾ എന്ത് ചെയ്യുക, ഡെയിലി നമ്മൾ ഇന്നലത്തെ നമ്മുടെ ഹാസിബു, നമ്മളെപ്പോഴും നമ്മളെ തന്നെ വിചാരണ ചെയ്യുന്നവരായിരിക്കണം. നമ്മൾ ഇന്നലെ നിന്നുള്ള ഇന്ന് എനിക്ക് എന്തെല്ലാം ഗുണപാഠങ്ങൾ കിട്ടാം, ഇന്ന് എനിക്ക് ചുറ്റും കാണുന്ന എല്ലാ വസ്തുക്കളും നമ്മൾക്ക് ഗുണപാഠം തദ്കിറയാണ്, നമ്മൾക്ക് നമ്മളെ ഓർമ്മപ്പെടുത്തലാണ്. നമ്മൾക്ക് അങ്ങനെ ഓരോ ഓർമ്മപ്പെടുത്തലും ഓരോ നമ്മൾക്ക് ഓരോ ലെസൺ ആയിരിക്കണം. സുബ്ഹാനല്ലാഹ്, അങ്ങനെ മാറ്റാൻ നമ്മൾ ശ്രമിക്കണം. നമ്മൾ പരിചയപ്പെടുന്ന ആൾക്കാർ, നമ്മൾ കാണുന്ന സംഭവങ്ങൾ, നമ്മൾക്ക് ചുറ്റുമുള്ള നമ്മളുടെ പ്രപഞ്ചം, നമ്മളുടെ ആകാശം, ഈ ഒരു സുബ്ഹാനല്ലാഹ്, നമ്മൾ ഈ ഒരു ആകാശം കാണുമ്പോൾ സുബ്ഹാനല്ലാഹ് നമ്മൾ ആലോചിക്കണം. അതേപോലെ തന്നെ നമ്മൾ ഡെഫിനറ്റ് ആയിട്ടും ഒരു ടൈം ടേബിൾ, നിശ്ചിത സമയം നിശ്ചിത ജോലി ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ പ്രയോറിറ്റീസ് നമ്മൾ സെറ്റ് ചെയ്യണം. നമ്മൾക്ക് അള്ളാഹുവിനോടുള്ള ബാധ്യതകൾ, നമ്മൾക്ക് നമ്മുടെ മാതാപിതാക്കളോടുള്ള ബാധ്യതകൾ, നമ്മൾക്ക് നമ്മുടെ കുടുംബത്തോട്, നമ്മുടെ നെഫ്സിനോടുള്ള ബാധ്യതകൾ, സമൂഹത്തിനോടുള്ള ബാധ്യതകൾ, നമ്മളുടെ അയൽവാസികളോടുള്ള ബാധ്യതകൾ, നമ്മളുടെ കൂട്ടുകാരോടുള്ള എല്ലാം നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുക. ഏതിനാണ് ഏറ്റവും കൂടുതൽ സമയം വേണ്ടത്, നമ്മൾ എല്ലാത്തിനും നിശ്ചിതമായ സമയം കണ്ടെത്തുക. അതേപോലെ തന്നെ നമ്മളുടെ ജോലി, അത് ഏറ്റവും നല്ല രീതിയിൽ സമയത്തെ ഏറ്റവും വിനിയോഗിച്ചുകൊണ്ടുള്ള ജോലിയായിരിക്കണം നമ്മുടെ ഒഴിവ് സമയങ്ങൾ. അതേപോലെ നമ്മൾക്ക് എല്ലാ നന്മകൾ, നമ്മൾ നന്മകളിൽ മുന്നേറുക എന്നുള്ളതാണല്ലോ, അതേപോലെ ഈ എല്ലാ നന്മകളും ചെയ്യാനുള്ള ബെസ്റ്റ് ടൈം ഉണ്ട്. അപ്പോൾ അത് നമ്മൾ കണ്ടുപിടിച്ചിട്ട് നമ്മളുടെ എന്താ പറയാ, നമ്മളുടെ
ദിവസം സെറ്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഏറ്റവും ഈ ഒരു നമ്മുടെ ഉമ്മത്തിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചത് നമ്മളുടെ ഉമ്മയെ ബുഖറ ഏറ്റവും ബർക്കത്ത് നൽകിയിട്ടുള്ളത് പ്രഭാത വേളയിലാണെന്നാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ അത് അതിനെ നമ്മൾ ഏറ്റവും നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ അപ്പോൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാന്ന് പറയാൻ നേരത്തെ നമ്മുടെ ദിവസം നമ്മുടെ ഒരു നമസ്കാരവും അതിന്റെ കറക്റ്റ് വക്ത് അത് ബെസ്റ്റ് ടൈമിൽ നിർവഹിക്കുക. നമ്മളുടെ ദുആകൾ ഉത്തരം ചെയ്യപ്പെടുന്ന ബെസ്റ്റ് ടൈം ഉണ്ട്, അതിനെ കണ്ടെത്തുക. ജുമാ, അതേപോലെ തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മൊത്തം നമ്മൾക്കറിയാം. നമ്മൾ ഇസ്ലാം മൊത്തം നോക്കിയാൽ തന്നെ എല്ലാം ടൈമായിട്ട് ബന്ധപ്പെട്ടാണ്. നമ്മുടെ നമസ്കാരങ്ങൾ അത് 5 വക്കത്തുകളിലായിട്ടാണ്, അല്ലെ? കിതാബ് മൗഖൂത്ത് 5 വക്കത്തുകളിലായിട്ടാണ് അത് സമയം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒന്ന് നമ്മളുടെ ഒരു പ്രഭാതത്തിലേക്ക്, ഒരു ദിവസത്തിലേക്ക് കയറുന്നതിന് മുൻപ്, ഒന്ന് സൂര്യൻ ഏറ്റവും നമ്മളുടെ ഏറ്റവും എന്താ പറയാ, ഏറ്റവും കൂടുതൽ കത്തി ജ്വലിക്കുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് തെന്നി മാറാൻ തുടങ്ങുമ്പോഴാണ് നമ്മുടെ ദുഹർ ടൈം. അതേപോലെ തന്നെ അസ്ർ ആവട്ടെ, അതേപോലെ തന്നെ മഗ്രിബ് ആവട്ടെ, അത് നമ്മുടെ രാത്രിയുടെ തുടക്കത്തിലും, അതേപോലെ തന്നെ ഐഷ നമസ്കാരവും എല്ലാം, അതേപോലെ തന്നെ റമദാൻ ആവട്ടെ, അത് കൊല്ലത്തിൽ, അതായത് നമ്മൾക്ക് എന്താ പറയുക, ഓരോ ദിവസത്തിലും നമ്മൾക്ക് മീസാനുൽ യൗം ഉണ്ട്, അതേപോലെ മീസാനുൽ ഉസ്ബൂ ഉണ്ട്, ആഴ്ചയിലെ. അതാണ് ആ ഒരു ഏറ്റവും നല്ലൊരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. അതേപോലെ മീസാനുൽ ആം ഉണ്ട്, ഒരു മാസത്തിൽ, അത് റമദാനാണ്. അതേപോലെ തന്നെ അല്ലെങ്കിൽ മീസാനുൽ ഉംർ ഉണ്ട്, അത് അറഫ ദിവസമാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഓരോ മീസാനുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഓരോ വക്തുകളിലായിട്ടാണ്. ഏറ്റവും ബെസ്റ്റ് ടൈം നമ്മൾ കണ്ടുപിടിച്ചിട്ട് അതിനെ നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക. നമ്മളുടെ പ്രഭാതത്തിലും പ്രദോഷത്തിലുള്ള അദ്കാറുകൾ നമ്മൾ മറക്കാതിരിക്കുക. അതേപോലെ തന്നെ നമ്മൾ എന്താ പറയാ, നമ്മളെപ്പോഴും നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളെയും നമ്മൾ ഇഹ്തിസാബ് ചെയ്തുകൊണ്ടേയിരിക്കുക. അതിൽ വന്ന തെറ്റുകളെ നമ്മൾ ഇസ്തിഗ്ഫാർ ചെയ്യുകയും നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി നമ്മൾ തൗബ ചെയ്ത് മടങ്ങുകയും ചെയ്യുക. അതേപോലെ ഖുർആൻ പാരായണങ്ങൾ, മെമ്മറൈസേഷൻസ് അത് നമ്മൾ പതിവാക്കുക. നമ്മളുടെ സദഖ, നമ്മളുടെ സമ്പത്ത്, അതെല്ലാം ഏറ്റവും നല്ല രീതിയിൽ ഹലാലായ മാർഗത്തിൽ അത് ആർജിക്കാനും അതേപോലെ തന്നെ ചെലവഴിക്കാനും നമ്മൾ ശ്രമിക്കുക. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ എന്താ പറയാ, ഈ നമ്മൾ കഷ്ടപ്പെട്ട് സമ്പാദിച്ചു കൂട്ടുന്ന സമ്പത്തുകളെല്ലാം നമ്മൾ മരിച്ചു പോകാൻ നമ്മൾ കൊണ്ടുപോകുന്നില്ല. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ബാക്കി നിൽക്കുന്നത് വെറും 3 കാര്യങ്ങളാണ്, അല്ലെ? നമ്മളുടെ അത് ജാരിയായ സദഖയും, അത് നാഫിയായിട്ടുള്ള ഇൽമും, അതേപോലെ തന്നെ സ്വാലിഹായ സന്താനങ്ങളുടെ ദുആ ആണ്. അപ്പോൾ നമ്മൾ ഈ ജീവിച്ചിരിക്കുന്ന ടൈമിൽ നമ്മളുടെ സമ്പത്ത് നമ്മൾ ആർക്കെങ്കിലും അവകാശികളായിട്ട് പോകാണ്ട് നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന സ്വന്തം സമ്പത്ത് നമ്മൾ നല്ല രീതിയിൽ ചെലവഴിച്ചാൽ അത് നമ്മൾക്ക് വേണ്ടി നാളെ സാക്ഷി പറയും. സുബ്ഹാനല്ലാഹ്. അതേപോലെ തന്നെ നമ്മളുടെ പാരൻസിന് വേണ്ടി സമയം കണ്ടെത്തുക. ഒരു വ്യഭിചാരിണി, ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട്, അവൾ ഒരു പൂച്ചക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിൽ സുബ്ഹാനല്ലാഹ് സ്വർഗം കിട്ടുന്നുണ്ടെങ്കിൽ നമ്മളുടെ സ്വന്തം മാതാപിതാക്കളെ നോക്കിയാൽ നമ്മൾക്ക് സ്വർഗം കിട്ടും എന്നുള്ളൊരു കാര്യത്തില് ഒരിക്കലും നമ്മൾ ഡൗട്ട്, സുബ്ഹാനല്ലാഹ്, നമ്മൾ ആ ഒരു സുബ്ഹാനല്ലാഹ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരു മാതാവോ അല്ലെങ്കിൽ മാതാപിതാക്കളിൽ ഒരാളോ 2 പേരോ ഉണ്ടായിട്ട് പോലും സ്വർഗം കിട്ടാത്ത ഒരു അവസ്ഥ എന്ന് പറയുന്ന നേരത്ത് അത് വളരെ അജീബാണെന്നാണ് പറയുന്നത്. അജീബ് എന്നാൽ വളരെ സ്ട്രേഞ്ച് ആണ്. സ്ട്രേഞ്ച് എന്ന് പറയുന്ന നേരത്ത് നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യമാണ് ഈ അജീബ് എന്ന് പറയുന്നത്. ഇത് എങ്ങനെ ഇവർക്ക് അത് ആ സ്വർഗം കിട്ടിയില്ല, ഏതൊരു രീതിയിലാണ് ഇവരതിനെ കളഞ്ഞു കുളിച്ചത് എന്ന്. സുബ്ഹാനല്ലാഹ്. അപ്പോ നമ്മളുടെ പാരൻസ്, അതേപോലെ തന്നെ നമ്മളുടെ ചിൽഡ്രൻ, നമ്മളുടെ മക്കള്, നമ്മളുടെ ഇണകള്, ഇതുവരെ, അല്ലെങ്കിൽ നമ്മളുടെ അൻഫുസ്, നമ്മളുടെ ഹെൽത്ത്, നമ്മൾ നല്ല രീതിയിൽ എക്സസൈസ് ചെയ്യണം. നമ്മളുടെ ആരോഗ്യം അത് കാത്തു സൂക്ഷിക്കാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യണം. നമ്മൾ അങ്ങനെ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം സമയത്തെ സാക്ഷ്യപ്പെടുത്തി നമ്മൾ നല്ല രീതിയിൽ വിനിയോഗിക്കുകയും ചെയ്യണം. സുബ്ഹാനല്ലാഹ്. അതേപോലെ തന്നെ എന്താ പറയാ, സുബ്ഹാനല്ലാഹ്, നമ്മളുടെ ഈ ഒരു സമയം, നമ്മളുടെ ഈ ഒരു പോസ്റ്ററിൽ പറഞ്ഞതുപോലെ നിശ്ചിത സമയം, അജലി മുസമ്മ, നിശ്ചിത സമയം.
അത് വളരെ ലിമിറ്റഡ് ആണ്. നമ്മൾക്ക് മുൻപ് നമ്മളുടെ മുൻപില് ഈ ഇപ്പൊ നമ്മൾക്ക് ഇന്ന് വന്നിട്ട് പോലെയുള്ള പോസ്റ്റേഴ്സ് ഇത് എപ്പോഴും നമ്മൾക്ക് കാണാൻ പറ്റും അല്ലെ. 50% ഓഫ്, 50 to 70% ഓഫ്, ലിമിറ്റഡ്, അൺടിൽ സ്റ്റോക്ക് ഉള്ളിടത്തോളം മാത്രം, നിശ്ചിത സമയത്തേക്ക് മാത്രം, കുറച്ച് ദിവസങ്ങളിലേക്ക് മാത്രം. ആടി സെയിൽ, ഓണം സെയിൽ, ക്രിസ്മസ് സെയിൽ, ന്യൂ ഇയർ സെയിൽ, 0% പണിക്കൂലി, ഇങ്ങനെയൊക്കെ പരസ്യങ്ങൾ നമ്മൾ കാണുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഇതിൽ നിന്ന് കിട്ടുമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആ ഒരു സെയിലിനെ വിനിയോഗിക്കാൻ ശ്രമിക്കും. നമ്മൾക്ക് അറിയാലോ, ഇപ്പോൾ ചില സൈറ്റുകളിലൊക്കെ ബ്ലാക്ക് ഫ്രൈഡേ, വൈറ്റ് ഫ്രൈഡേ സെയിൽസ് ഒക്കെ വരുമ്പോൾ രാത്രി 12 മണി തൊട്ട് സെയിലാണെങ്കിൽ നമ്മൾ ആ വെബ്സൈറ്റിൽ രാത്രി 12 മണി തൊട്ട് വെയിറ്റ് ചെയ്തു. എന്നിട്ട് നമ്മൾ നമ്മളുടെ കാർട്ടിൽ അതെല്ലാം ആഡ് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾക്ക് വേണോ വേണ്ടയോ, നമ്മൾക്ക് ഉപകാരപ്രദമാണോ ഇല്ലയോ എന്നൊന്നും നോക്കില്ല. ചിലപ്പോൾ ഏറ്റവും കൂടുതൽ തുച്ഛമായ ഇതിൽ കിട്ടുന്ന, തുച്ഛമായ റേറ്റിൽ കിട്ടുന്ന ഒരു സാധനം അത് എനിക്ക് ഉപകാരപ്പെട്ടില്ലെങ്കിലും ആർക്കെങ്കിലും ഉപകാരപ്പെടുമോ എന്ന് വിചാരിച്ചിട്ട് പോലും നമ്മളുടെ കാർട്ടിൽ അത് ആഡ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ ചിലപ്പോഴൊക്കെ നമ്മളുടെ മാളുകളിലൊക്കെ സെയിൽ വരുമ്പോൾ ഒരു ദിവസത്തേക്ക് എൻ്റെ ഫ്രണ്ട് പറയുകയുണ്ടായി, അത് ഇന്ന സ്ഥലത്ത് സെയിൽ നടക്കുകയാണ്, അതുകൊണ്ട് ആ റോഡ് വഴി ട്രാവൽ ചെയ്യാൻ പറ്റില്ല. സുബ്ഹാനല്ലാഹ്, അത്രയും ഈ സെയിലിന്റെ കാര്യത്തിൽ നമ്മൾ വളരെ ശ്രദ്ധ പുലർത്തുന്നതും ഏറ്റവും ഏറ്റവും കൂടുതൽ ലാഭം നമ്മൾ കൊയ്യാൻ നമ്മൾ നോക്കുകയും 0% പണിക്കൂലി, അതേപോലെ തന്നെ പഴയ സ്വർണം മാറ്റി നമ്മള് പഴയ സ്വർണങ്ങളൊക്കെ കണ്ടുപിടിച്ചെടുത്ത് നമ്മൾക്ക് ഉപകാരപ്പെടുമോ ഈ ഒരു സ്വർണം എന്നൊന്നും നമ്മൾ ആലോചിക്കാതെ നമ്മൾ ഇതിനു വേണ്ടി കഷ്ടപ്പെടുന്നവരാണ്. ബിക്കോസ് അതൊക്കെ ലിമിറ്റഡ് ടൈം ഓഫറാണ് അല്ലേ. അതേപോലത്തെ ഒരു ലിമിറ്റഡ് ടൈമിലേക്കുള്ള ഒരു ഓഫറാണ് നമ്മളുടെ ഈ ഒരു ദുനിയാവിലെ ഈ ഒരു ജീവിതം. നമ്മൾക്ക് സമയമില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ സാരിഉ അല്ലെങ്കിൽ സാബിഖു എന്നൊക്കെ പറയുന്നത് വളരെ കുറവാണ് സമയം. നമ്മൾക്ക് നാളെ ഈ ഒരു സമയം ജീവിച്ചു എന്ന് പോലും തോന്നില്ല. സുബ്ഹാനല്ലാഹ്, നമ്മൾ എത്രത്തോളം, അതാണ് ഈ ഒരു നമ്മളുടെ ഈ ഒരു ജീവിതം എന്നൊരു സെയിലിന്റെ ഒരു ഒരു വ്യത്യാസം എന്ന് പറയാൻ നേരത്ത് നമ്മൾക്ക് അറിയില്ല ഇതെപ്പോ അവസാനിക്കുന്നു. മറ്റേത് നമ്മൾക്ക് അറിയാം, 2 ദിവസമുണ്ട്, 3 ദിവസമുണ്ട്, 24 മണിക്കൂറുണ്ട്, 12 മണിക്കൂറുണ്ട്, അല്ലെങ്കിൽ 6 മണിക്കൂറുണ്ട്, നിങ്ങളുടെ സമയം ഇങ്ങനെ അവസാനിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള ഒരു 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 എന്താ പറയാ, ഒരു ടൈമർ നമ്മൾക്ക് മുമ്പിൽ സൈറ്റിൽ വരും. ബട്ട് ദിസ് വി ഡോണ്ട് നോ, നമ്മൾക്ക് അറിയില്ല. നമ്മൾക്ക് ചുറ്റുമുള്ളവർ ഈ സമയം, ഈ ഒരു ജീവിതം എന്ത് ചെയ്യുമെന്ന് വിചാരിച്ച് അവര് എന്തൊക്കെയോ യൂട്യൂബ് വീഡിയോസും എന്തൊക്കെയോ ചാനലുകൾ ഉണ്ടാക്കുന്നു, എന്തൊക്കെയോ ചെയ്യുന്നു, എന്തെല്ലാമോ ചെയ്യുന്നെന്ന് വെച്ചാൽ അവർക്ക് അറിയില്ല സുബ്ഹാനല്ലാഹ് എന്താണ് ഈ ഒരു ജീവിതത്തെ കൊണ്ട്, എന്താണ് ഈ സമയത്തെ കൊണ്ട് ചെയ്യേണ്ടതെന്ന്. ബട്ട് വല്ലാഹു അക്ബർ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, നമ്മൾക്കറിയാം വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാനല്ലാതെ നമ്മളെ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. നമ്മളുടെ ഈ ഒരു ലൈഫിന്റെ പേർപ്പസ്, എന്തിനാണ് നമ്മൾ സൃഷ്ടിക്കപ്പെട്ടത് എന്നുള്ളത് നമ്മൾക്ക് അറിയാം അല്ലേ. റബ്ബ് സുബ്ഹാനഹു വതആല ഈ ഒരു മൗത വൽ ഹയാത്തിനെ സൃഷ്ടിച്ചിട്ടുള്ളത് ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. നമ്മളെ നന്മകളിൽ മുന്നേറാൻ വേണ്ടിയാണ്, നമ്മൾ തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടിയാണ്, റബ്ബിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കാൻ വേണ്ടിയാണ്. നമ്മൾ ഇന്ന് ജീവിക്കുന്നത് നാളെ ശാശ്വതമായി നമ്മൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട ആ ഒരു സ്വർഗം, സുബ്ഹാനല്ലാഹ്, ഈ ആകാശ ഭൂമിയോളം വീതിയുള്ള വാസ്റ്റ് ആയിട്ടുള്ള ഒരു സ്വർഗമാണ് നമ്മൾ ഓരോരുത്തരെയും കാത്തു നിൽക്കുന്നത്. ആ ഒരു സ്വർഗത്തിൽ എന്താണ് മംനു ആയിട്ടുള്ള അജ്റാണ് നമുക്ക് കിട്ടാനുള്ളത്. മംനൂൻ, അതായത് അവിടെ സുബ്ഹാനല്ലാഹ് അത് കട്ട് ഓഫ് ആകുന്നില്ല. അവിടുത്തെ അജ്ർ, നമ്മുടെ പ്രതിഫലം കട്ടാകുന്നില്ല, കണക്കില്ലാത്ത
ജസാഅൻ മിൻ റബ്ബിക അതാൻ ഹിസാബ, ഒരു ഹിസാബില്ലാത്ത, സുബ്ഹാനല്ലാഹ്, ഇന്ന് അനുഭവിക്കുന്ന ഒരു സുഖമല്ല നാളെ അനുഭവിക്കാൻ പോകുന്നത്. നമ്മൾ നാളെ സ്വർഗത്തിൽ അനുഭവിക്കാൻ പോകുന്ന ആ ഒരു സുഖം, ആ ഒരു പ്രതിഫലത്തിന് ഒരു അറുതി വരുന്നില്ല. നമ്മൾ ഇന്ന് ഇവിടെ ഈ ഒരു ഇഹലോക ജീവിതത്തിൽ നമ്മൾ എത്രയൊക്കെ ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് ഞാൻ ഇന്ന് അണിയുന്നു, നാളെ സെയിം അണിയുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഇഷ്ടം. പിന്നെ സെയിം ആ പഴയ ഡ്രസ്സ്, ആ ഡ്രസ്സ് പഴയതാകുന്നു. നമ്മൾക്ക് അതിൽ ആദ്യം നമ്മൾ ആ ഒരു ഡ്രസ്സ് വാങ്ങാൻ നമ്മൾ പ്രേരിപ്പിച്ച ആ ഒരു ഇഷ്ടം, അല്ലെങ്കിൽ നമ്മൾ ആദ്യം അത് ഇട്ടപ്പോൾ ഉണ്ടായ ഒരു സുഖം, അത് പിന്നീട് നമ്മൾക്ക് തോന്നുകയില്ല. ബട്ട് അബദ, ഈ സ്വർഗത്തില് നമ്മൾ എന്നും എക്സൈറ്റഡ് ആയിരിക്കും. റബ്ബ് ഇന്ന് തരാൻ പോകുന്ന ഒരു 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 എക്സൈറ്റ്മെന്റ് അല്ല, ഒരു പ്രതിഫലം നാളെ കിട്ടാൻ പോകുന്നത്. ഇറ്റ് ഈസ് ഗോയിങ് അപ്പ്. നമ്മളുടെ എല്ലാവരുടെയും കോംപ്രിഹെൻഷന് അതീതമായിട്ടായിരിക്കും റബ്ബിൽ നിന്ന് ഉള്ള ഒരു പ്രതിഫലം. അത് അത് റബ്ബ് ഒരുക്കി വെച്ചിരിക്കുകയാണ്. റബ്ബ് അത് അലങ്കരിച്ച് വെച്ചിരിക്കുകയാണ് മുത്തഖീങ്ങൾക്ക് വേണ്ടി. ആൻഡ് നമ്മളെ പിടികൂടാൻ പോകുന്ന നരകമാണെങ്കിൽ സുബ്ഹാനല്ലാഹ്, അത് സുബ്ഹാനല്ലാഹ്, അതും അങ്ങനെ തന്നെ. സുബ്ഹാനല്ലാഹ്, അതും അങ്ങനെ തന്നെ. ഒരിക്കലും ലാ യമൂതു ഫീഹ വലാ യഹ്യ, അവിടെ ഒരു ജീവിതവുമില്ല, അവിടെ ഒരു മരണവുമില്ല. അവിടുത്തെ ഈ ഒരു ശിക്ഷ ഏൽക്കൊള്ളേണ്ടി വരുന്ന നമ്മൾ പറയും, പഠിച്ചോനെ ഞാൻ ഒന്ന് മരിച്ചിരുന്നെങ്കിൽ, ഞാൻ ഇല്ലാതായിരുന്നെങ്കിൽ. പക്ഷെ നമ്മൾക്ക് അവിടെ ഇല്ലാതാക്കാൻ സാധിക്കുകയില്ല. നമ്മൾ മരിച്ചു പോകും, അവിടെ ഒരു മരണമില്ല. നമ്മളെ ഈ ഒരു നമ്മളവിടെ ആ ഒരു ശിക്ഷ ഏറ്റെടുക്കുന്നു, നമ്മളെ തീയിൽ കൊണ്ട് ഇടുന്നു, നമ്മൾ വളരെ വേദന അനുഭവിക്കുന്നു, നമ്മളുടെ ശരീരം കത്തിയെരിയുന്നു, നമ്മളുടെ ശരീരം ഇല്ലാതാകുന്നു. നമ്മൾ വീണ്ടും റബ്ബ് പുതിയ തൊലി നൽകുന്നു. ബിക്കോസ് റബ്ബിനറിയാം തൊലിയിലാണ് പെയിൻ റിസെപ്റ്റേഴ്സ് ഉള്ളത്. പെയിൻ റിസെപ്റ്റേഴ്സ് ഇല്ലാണ്ട് ചുമ്മാ തീയിലിട്ട് കരിയിക്കുന്നതിൽ ഒരു ആസ്വാദനമില്ല, അല്ലെ? നിങ്ങൾ ആസ്വദിക്കൂ, അല്ലെ? ആസ്വദിക്കൂ. സുബ്ഹാനല്ലാഹ്. സോ നമ്മളുടെ ഈ ഒരു സമയം നമ്മളുടെ മരണത്തെ ഓർമ്മപ്പെടുത്തേണ്ടതായിരിക്കും. നമ്മളുടെ ഈ ഒരു നമ്മൾ ഈ പുറത്ത് നോക്കുമ്പോൾ നമ്മളുടെ മുമ്പിൽ ഈ ഒരു ഇപ്പൊ നമ്മൾ വിചാരിക്കണം, പഠിച്ചോനെ ഇതെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് തെറിച്ച് പൊട്ടിത്തെറിക്കുന്ന ഒരു ദിവസമുണ്ടല്ലോ റബ്ബേ. നമ്മളുടെ മുമ്പിലുള്ള ഒരു വൃക്ഷം, അള്ളാഹുവേ, ഈ ഒരു വൃക്ഷം, അള്ളാഹുവേ, നീ നമ്മൾക്ക് വേണ്ടിയാണ് ഇത് സൃഷ്ടിച്ചിട്ടുള്ളത്. ഇതിനൊരു തണലുണ്ടല്ലോ, ഇതില് റബ്ബേ നീ നമ്മൾക്ക് പഴങ്ങൾ നൽകുന്നുണ്ടല്ലോ. സുബ്ഹാനല്ലാഹ്, അല്ലാഹ്, ഒരു തണലുമില്ലാത്ത ഒരു ദിവസത്തിൽ ഞാൻ നിൽക്കേണ്ടി വരുമല്ലോ റബ്ബേ. അതിനൊരു അന്ത്യമില്ലല്ലോ റബ്ബേ. 50,000 വർഷമോ അതിൽ കൂടുതലോ സുബ്ഹാനല്ലാഹ്, ഒരു തണലുമില്ലാണ്ട് ഹിസാബിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ദിവസം. സുബ്ഹാനല്ലാഹ്. അല്ലെങ്കിൽ ആ ഒരു വൃക്ഷത്തിലെ മരം കാണുമ്പോൾ, പഠിച്ചോനെ, ഇനി നാളെ എനിക്ക് അവിടെ കിട്ടാൻ പോകുന്നത്, പഠിച്ചവനെ, സ്വർഗത്തിലെ റുമാനാണോ അതോ നരകത്തിലെ സഖൂമാണോ യാ റബ്ബേ? നമ്മള് ഒരു മണ്ണിൽ ഇറങ്ങി നടക്കുമ്പോഴല്ല, ഞാൻ ഈ മണ്ണിൽ അലിഞ്ഞു ചേരേണ്ട ഒരാളാണല്ലോ റബ്ബേ. ഈ മണ്ണിൽ നിന്ന് വീണ്ടും പഠിച്ചവനെ നീ എന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കുമല്ലോ. ആ ഒരു കാര്യം പഠിച്ചവനെ എനിക്ക് വളരെ പേടിയാണ്. എന്റെ കിതാബിന്റെ വലത് കയ്യിലാണോ അല്ലെങ്കിൽ വറാ അദ്ഹരിയാണോ ഞാൻ അത് സ്വീകരിക്കാൻ പോണെന്ന് എനിക്ക് അറിയില്ല റബ്ബേ. അതേപോലെ നമ്മൾ ഒരു വീട്ടിൽ കയറുന്ന ഒരു ചെയറിലിരിക്കുന്നു, അള്ളാഹുവെ എന്റെ നാളത്തെ ഇരിപ്പിടം എങ്ങനെയായിരിക്കും? അള്ളാഹുവെ അലൽ അറായിക യൻദുറൂൻ, അള്ളാഹുവെ നല്ല നല്ല പീഠങ്ങളില് നിഅമോടെ, അള്ളാഹുവെ നിന്റെ നിന്റെ നിഅമത്തുള്ള അനുഗ്രഹങ്ങൾ ആസ്വദിച്ചുകൊണ്ട് നിന്റെ ആ ഒരു ചാരുമഞ്ചരങ്ങളിൽ അരീഖത്ത് എന്ന് പറഞ്ഞാല് എന്താണ്? അത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ളതും വളരെ ഡെക്കറേറ്റീവ് ആയിട്ടുള്ളതും നമ്മൾക്ക് വളരെ കംഫർട്ട് തരുന്നതുമായിട്ടുള്ള ആ ഒരു സോഫയിലാണോ റബ്ബെ എന്റെ ഇരിപ്പിടം? അല്ലെങ്കിൽ എന്റെ മഖഅദ്, പഠിച്ചോനെ, അത് തീ കൊണ്ടുള്ള ഒരു മഖഅദാണോ റബ്ബെ? നമ്മൾക്ക് ചുറ്റും നടക്കുന്ന ഓരോ കാര്യങ്ങളും, നമ്മൾ കുടിക്കുന്ന വെള്ളം, അല്ലാഹുവേ, ലാ ബാരിദുൻ വലാ കരീം, അല്ലാഹുവേ, അവിടെ ഒരു 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 കുളിർമയില്ലാത്ത, ഒരു ജെന്റിൽനെസ്സും ഇല്ലാത്ത ഒരു ഒരു സ്ഥലത്തേക്കാണോ അതോ റബ്ബേ നീ തരുന്ന
നിന്റെ തഹൂറായ ഷറാബാണോ റബ്ബെ എനിക്ക് കിട്ടാൻ പോകുന്നത്. എല്ലാം എൻ്റെ റബ്ബിനെ കുറിച്ച്, എൻ്റെ മരണാനന്തര ജീവിതത്തെക്കുറിച്ച്, എൻ്റെ പരലോകത്തെക്കുറിച്ച്, എൻ്റെ സ്വർഗത്തെക്കുറിച്ച്, എൻ്റെ നരകത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നതായിരിക്കണം നമ്മളുടെ ഓരോ നിമിഷവും, നമ്മളുടെ ഓരോ സമയവും. സുബ്ഹാനല്ലാഹ്, നമ്മളുടെ ഈ ഒരു ജീവിതം ഇത് വളരെ ലിമിറ്റഡ് ഓഫറാണ്, ലിമിറ്റഡ് ടൈമാണ്, വളരെ കുറച്ചാണ്. റബ്ബ് എന്താ പറയാ, നമ്മളുടെ ഈ ഒരു നമ്മൾക്ക് ഈ ലോകത്ത് നമ്മൾ എന്താണോ ചെയ്യാൻ മടിക്കുന്നത്, എനിക്ക് ഒന്നു കൊടുക്കാൻ മടിയാണ്, രാവിലെ എണീറ്റ് അധികാറുകൾ പറയാൻ മടിയാണ്, കൂടുതൽ നേരം നിന്ന് നമസ്കരിക്കാൻ മടിയാണ്. സുബ്ഹാനല്ലാഹ്, എനിക്ക് ശ്വാസമുള്ളിടത്തോളം കാലമേ എനിക്കിതെല്ലാം ചെയ്യാൻ പറ്റൂ. എനിക്ക് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്കൊരു ഒന്നുമില്ല. ഖബറിൽ കിടന്നിട്ട് ഒരു നമസ്കാരമില്ല. നാളെ അവിടെ ചെന്നിട്ട്, അല്ലെങ്കിൽ ഈ ഒരു 50,000 വർഷം നമ്മൾ റബ്ബിന്റെ മുമ്പ് ഹിസാബിന് വേണ്ടി കാത്തു നിൽക്കുമ്പോൾ നമുക്ക് വെറുതെ പറയാന് അല്ലെങ്കിൽ കൂടുതൽ കൂടുതൽ നന്മ നേടാൻ ഒരു സുബ്ഹാനല്ലാഹ് ഇല്ല, ഒരു അൽഹംദുലില്ലാഹ് ഇല്ല, ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ല, ഒരു അല്ലാഹു അക്ബർ ഇല്ല, ഒരു സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം ഇല്ല, ഒരു അസ്തഗ്ഫിറുല്ലാഹ് ഇല്ല, ഒന്നുമില്ല. ഒരു 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 ദിക്റും എന്നെ നമ്മൾക്ക് ഉപകാരപ്പെടുന്ന, നമ്മളെ സ്വർഗത്തിലേക്ക് നയിക്കുന്ന, നമ്മുടെ സ്വർഗത്തിലെ ചെടികളാകുന്ന ഒരു അധികാറില്ല, ഒന്നുമില്ല. നമ്മൾക്ക് ബോധത്തോടെ നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ ഒരു നിമിഷമേ നമ്മൾക്കുള്ളൂ. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഈ ഒരു ലിമിറ്റഡ് ടൈമിലുള്ള ഈ ഒരു ഓഫറിനെ ഏറ്റവും ഏറ്റവും നല്ല രീതിയിൽ ഉപകാരപ്പെടാൻ നമ്മൾക്ക് സാധിക്കണം. ഇത് എന്നോടും, ആദ്യം തന്നെ എന്നോടും പിന്നീട് നിങ്ങളോടുമുള്ള ഓർമ്മപ്പെടുത്തലാണ്. വഅഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിസ്സാഇരിൽ മുസ്ലിമീൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم اجرنا من النار وادخلنا الجنة يا رب العالمين. السلام عليكم ورحمة الله وبركاته.